അപ്പോ ഇന്ന് പദ്യം മാത്രം എടുത്തു തീർക്കണം എന്നാണ് കാരണം അത് തന്നെ ഇഷ്ടംപോലെ പറയാനുണ്ട്, കുറെ പുതിയ ആൾക്കാരെ കുറിച്ച് പറയാനുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്തായിരുന്നാലും ഞാൻ വളരെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ് ചോദ്യം, ഇഖ്റാ അശ്വറാഇൽ മദ്കൂരീന അദ്നാഹു ഹസ്ബി തവാരീഹി മീലാദിഹി ഇസ്തിഖ്ദാമി ശുഫ്രത്തി താലിയ. താരെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ എന്താണ് ജനനത്തിനനുസരിച്ച് കൊണ്ട് ഓർഡർ ചെയ്യാന്നുള്ളതാണ്. അബ്ദുൽ മാരി, ഇബിന് സെയ്ദൂൻ, അംറുബിന് കുലുസും, ഉമർബിന് അബി റബിയ. ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക? ആദ്യം അംറുബിന് കുലുസും, രണ്ടാമത് അംറുബിന് കുലുസും വഫാത്താകുന്നത് ഹിജറ മീലാദി 600-ലാണ്. രണ്ടാമത് ഉമർബിൻ അബി റബിയാണ്. ഉമർബിൻ അബി റബിയ ഒരു ഉമവി കാലഘട്ടത്തിലെ കവിയായിരുന്നു. 644 AD ജനിച്ചു, 711 മരിച്ചു. പിന്നെ അടുത്തതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബിന് സെയ്ദൂനാണ്. അദ്ദേഹം ഇബിന് സെയ്ദൂൻ അല്ല, അബുൽ അലാ മഅരിയാണ്. കാരണം അദ്ദേഹം ജനിക്കുന്നത് 975 മീലാദിയിലാണ്. 1087-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇബിന് സെയ്ദൂൻ 1003 ജനിച്ചു, 1071 മീലാദിയിൽ മരണപ്പെട്ടു. അങ്ങനെയാണുള്ളത്. ഇനി ഇതിൽ തന്നെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ മറ്റൊരു സവിശേഷത കൂടിയുള്ളത്, ഓരോരുത്തരും ഓരോ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അംറുബിൻ കുൽസും ജാഹിലി കവിയാണ്. ഉമർബിൻ അബി റബിയ ഉമവി കവിയാണ്. അബുൽ അലാ മഅരി അബ്ബാസി കവിയാണ്. ഇബ്നു സെയ്ദൂൻ എന്ന് പറയുന്ന വ്യക്തി സ്പെയിനിലെ പ്രശസ്തനായ കവിയാണ്. ക്ലിയർ ആയോ? കൺഫ്യൂസിംഗ് ഒന്നും ഇല്ലല്ലോ അല്ലെ? ഓക്കെ. ഇനി അടുത്തത് ലൈസമിൻ ഉദബഇൽ ഹുക്കാം. അതായത് ഈ രാജാക്കന്മാരുടെയോ ഭരണകർത്താക്കളുടെയോ കീഴിൽ സാഹിത്യകാരനായി വർക്ക് ചെയ്യാത്ത വ്യക്തി ആരാണ്? ഇബ്നുൽ മുഅ്തസ്, ഇബ്നു ഖുതൈബ, അബൂ ഫിറാസുൽ ഹമദാനി, ഇബ്നുൽ അമീദ്. ഇന്നലെ PYQ ഡിസ്കസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാലോ, ഇന്നലെ നിങ്ങൾ വായിച്ചിരുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. അപ്പോ ആരായിരുന്നു? ഇബ്നു ഖുതൈബ എന്നുള്ളതാണ്. ഇബ്നു ഖുതൈബ എന്നുള്ളത് പ്രശസ്തനായ ഒരു നിരൂപകനായിരുന്നു. ഒരു നിരൂപകൻ, അബ്ബാസിയ നിരൂപകനാണ്. അശ്ഇറു വശുറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ഇബ്നു ഖുതൈബ. അപ്പോ ബാക്കിയുള്ളവരെ കുറിച്ച് പറയാനാണെങ്കിൽ അബ്ദുല്ലാഹിബിൻ മുഅ്തസ് അല്ലെങ്കിൽ അബ്ദുല്ലാഹിബിൻ മുഅ്തസ് ബില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. കാന ഖലീഫത്തൻ അബ്ബാസിയൻ ലിഫിത്രത്തിൻ കസീറ. കുറച്ചു കാലഘട്ടം അബ്ബാസി ഖലീഫയായിക്കൊണ്ട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഏറ്റവും ഷോർട്ട് പീരീഡ് ആയിക്കൊണ്ട് അബ്ബാസി ഖലീഫയെ വർക്ക് ചെയ്ത വ്യക്തി കൂടിയാണ് ഇബ്നു മുഅ്തസ്. കാരണം അദ്ദേഹത്തിന് ഒരു ലക്കബ് ഉണ്ട്. എന്താ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ലക്കബ്? ഒറ്റ ദിവസത്തേക്ക് രാജാവായ ഖലീഫത്ത് യൗമിൻ വലൈല, ഒരു രാത്രിയുടെയും ഒരു പകലിന്റെയും ഖലീഫ എന്ന് പോലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്? ഇബ്നുൽ മുഅ്തസ്. വകാന അയ്ദൻ ഷായിറൻ വദീബൻ മഅറൂഫ്, വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയും സാഹിത്യകാരൻ കൂടിയാണ് ആര്? അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസ്. രണ്ടാമത്തെ വ്യക്തി ഇബ്നുൽ ഖുതൈബയാണ്. അദ്ദേഹം അബ്ദുല്ലാഹിബ്നു മുസ്ലിം ഇബ്നു ഖുതൈബ എന്നാണ്. അദ്ദേഹം ഒരു പണ്ഡിതനും സാഹിത്യകാരനും ചരിത്രകാരനുമാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഒരു ഹാക്കിമായിട്ടൊന്നും അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. പിന്നെ അബൂ ഫിറാസുൽ ഹമദാനിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഹാരിസ് ബിൻ സഈദ് ബിൻ ഹമദാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അദ്ദേഹം ഒരു പ്രശസ്തനായ പണ്ഡിതനും കവിയും അതോടൊപ്പം തന്നെ എന്താണ് അമീർ കൂടിയായിരുന്നു. അദ്ദേഹം ഹംദാൻ ഗോത്രത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ ഹംദാനാണ്. ഈ ഹംദാൻ കുടുംബത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരായിരുന്നു ഷാമിലെയും ഇറാഖിലെയും ഒരു പ്രദേശം, സിറിയയിലെയും ഇറാഖിലെയും ഒരു പ്രദേശം ഇവരായിരുന്നു കൂടുതൽ കാലവും ഭരിച്ചിരുന്നത്. അങ്ങനെ അബൂ ഫിറാസ് ഹമദാനി ഭരണാധികാരിയായിരുന്നു. പിന്നെ ഇബ്നുൽ അമീദ് എന്ന് പറയുന്നത് അദ്ദേഹം ദൗലത്തുൽ ബുവൈഹിയയിലെ ഒരു പ്രശസ്തനായ മന്ത്രിയും സാഹിത്യകാരനും കവിയുമായിരുന്നു ഈ പറയുന്ന ഇബ്നുൽ അമീദ്. ക്ലിയർ അല്ലേ?
ക്ലിയർ സർ. ഓക്കെ. അടുത്തത് റസാഉൽ മുദൻ ളഹറ ഫി ശിഅറിൽ അറബി ഫിൽ അസർ. ഏത് കാലഘട്ടത്തിലാണ് ഈ റസാഉൽ മുദൻ എന്ന് പറയുന്ന ഒരു 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 ഷിർ വന്നത്? റസാഉൽ മുദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലം നമ്മുടെ പട്ടണങ്ങളെയൊക്കെ വിലാപം നടത്തുക എന്ന് പറയാം. പട്ടണങ്ങളെ പറ്റി വിലപിക്കുക എന്ന് പറയും. അബ്ബാസി, ഉസ്മാനി, ജാഹിലി, ഹദീസ്. അബ്ബാസി എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. എല്ലാവരും ആൻസർ ചെയ്യണേ, അറിഞ്ഞൂടെങ്കിലും ആൻസർ ചെയ്യണേ. ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ റസാഉൽ മുദൻ എന്നുള്ളത്? ഇല്ല. അപ്പോ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. കുറെ കാര്യങ്ങൾ പുതുതായിട്ട് പറയാനൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ PSC ബാച്ചിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു റസാഉൽ മുദനെ പറ്റിയിട്ട്. അബ്ബാസിയാണ് എന്റെ ആൻസർ ആയിട്ട് വന്നത്. റസാഉൽ മുദൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവ ഇഹ്ദാ മൗളൂഉ ശിഅറുൽ അറബി ളഹറ ഫി ദൗലത്തുൽ അബ്ബാസിയ. അബ്ബാസി കാലഘട്ടത്തിൽ ഉദയം ചെയ്ത ഒരു പ്രശസ്തമായിട്ടുള്ള എന്താണ് കവിത വിഷയങ്ങളിൽ ഒന്ന് മാത്രമാണ് റസാഉൽ മുദൻ എന്ന് പറയുന്നത്. വലാകിന്നഹു ലം യകുൻ കവിയം ഫി തിൽകൽ ഫതറ. പക്ഷേ അത് ഈ ഒരു ആ ഒരു സമയത്ത് ഭയങ്കര പ്രശസ്തമായിരുന്നില്ല. അതായത് വളരെ അത് വളരെ ഷോർട്ട് പീരീഡ് മാത്രം പ്രശസ്തമായി നിന്ന ഒരു ഭാഗമാണ്. ഈ റസാഉൽ മുദൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് അറിയാലോ, ഒരു പട്ടണത്തെ കുറിച്ച് വിലാപം നടത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കവി എന്ന് പറയുന്നത് അബ്ബാസി കവിയായിരുന്ന ഇബ്നു റൂമിയാണ്. അദ്ദേഹം ബസറ എന്ന് പറയുന്ന പട്ടണത്തെ പറ്റി എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിന്റെ കവിതകളിൽ അദ്ദേഹം ബസറയെ പറ്റിയിട്ട് വിലാപ കാവ്യങ്ങൾ എഴുതിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കും മൻഹുവ റായിദു എന്താണ് റായിദു ഷിഅറു റസാഉൽ മുദൻ എന്ന് ചോദിക്കാം. റായിദു തുർദിയത്ത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പോൾ ആരാണ് ആൻസർ ആയിട്ട് പറയേണ്ടത്? ഇബ്നു റൂമിയാണ്. അടുത്തത് ലൈസ മിന ശുഅറാഇൽ മുവല്ലിദീൻ. മുവല്ലിദീൻ കവികളിൽ പെടാത്ത വ്യക്തി ആരാണ്? ബഷാർ ഇബ്നു ബുർദ്, അബൂ നുവാസ്, മുസ്ലിം ഇബ്നു വലീദ്, അബുൽ അലാ അൽ മഅരി. ഓക്കെ, നമുക്ക് ഉത്തരം വളരെ വേഗം നോക്കാം. എല്ലാവരും പെട്ടെന്ന് തന്നെ അറിയാവുന്ന ആൻസർ ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ അബുൽ അലാ അൽ മഅരി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ശുഅറാഉൽ മുവല്ലിദീൻ എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അശ്വറാഉൽ മുവല്ലിദീൻ കവികൾ എന്നത് ഇവരെ മവാലികൾ എന്നും പറയാറുണ്ട്. മുവല്ലിദൂൻ കവികൾ എന്നും മവാലികൾ എന്നും അറിയപ്പെടാറുണ്ട്. അതായത് മിൻ ഉസൂലി ഗൈറിൻ അറബിയ, അറബികളല്ലാത്ത അടിസ്ഥാനമുള്ള കവികളാണ് മുവല്ലിദൂൻ കവികൾ എന്ന് പറയാം. അപ്പൊ മുവല്ലിദീൻ കവികളുടെ അടിസ്ഥാനം അറബികളായിരിക്കൂല, അനറബികളാകാം, ചിലപ്പോൾ റോമക്കാരാവാം, അല്ലെങ്കിൽ മറ്റ് മറ്റ് വ്യക്തികൾ ഏത് നാട്ടുകാരും ആവാം. മാത്രമല്ല ലുഗത്തുൽ അറബിയ, അവര് അറബി ഭാഷ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. വഖീല പറയപ്പെടുന്നു ഇസ്ലാം ക്രൈസ്തവതയിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള കവികളെയാണ് നമ്മൾ മുവല്ലിദൂൻ കവികൾ എന്ന് പറയുന്നത് എന്നും ചില അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ചില ആൾക്കാർ അഭിപ്രായപ്പെടുന്നു ഇന്നഹും സമ്മുബിൽ മുവല്ലിദീന ലി അന്നഹും ഇഹ്തമു ബി തൗലീദുൽ മആനിൽ ജദീദ, കവിതയിൽ പുതിയ അർത്ഥങ്ങളെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ആൾക്കാരെയാണ് മുവല്ലിദൂൻ കവികൾ എന്ന് പറയുന്നത്. അതായത് ഈ മൂന്നർത്ഥമാണ് ഈ മുവല്ലിദൂൻ കവികൾ എന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞെന്താണ്, അവര് അറബികളല്ലാത്ത അടിമകളായിരുന്നു, അടിമകളോ ഒക്കെ ആവാം, അവരെന്താണ് അറബി ഭാഷ സംസാരിച്ചതാണ്. ചില ആൾക്കാർ പറഞ്ഞത് ഇസ്ലാം, അവര് ക്രൈസ്തവതയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളവരാണ് മുവല്ലിദൂൻ കവികൾ എന്നുള്ളത്. ചില ആൾക്കാർ പറഞ്ഞു ഈ മുവല്ലിദൂൻ കവികൾ എന്നുള്ളത് ആശയത്തിൽ പ്രധാന ആശയങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ആൾക്കാരായിട്ടാണ്. പുതിയ പുതിയ ആശയങ്ങളെ കവിതയിൽ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെന്നുള്ളതാണ്. അപ്പോ സാധാരണ രൂപത്തില് മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ മൂന്നാമത് പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിക്കൊണ്ടും നമുക്ക് ഊന്നൽ നൽകേണ്ടത്. അപ്പോ പ്രധാനപ്പെട്ട മുവല്ലിദൂൻ കവികൾ ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. മുത്തഅബിന് ഇയാസ്, ഹമ്മാദ് അജറദ്, ഹുസൈൻ ബിൻ ലഹാഖ്, ബഷാർ ബിൻ ബുർദ്, വാലിബത്ത് ബിൻ ഹബ്ബാബ്, അബൂ നുവാസ്, മുസ്ലിം ബിൻ വലീദ്, അബ്ബാൻ ബിൻ അബ്ദുൽ ഹമീദ്, അബുൽ അറ്റാഹിയ, അബി ദലാമ, മർവാൻ ബിൻ അബി ഹഫസ, അബ്ബാസ് ബിൻ ലഹ്നഫ്, അലി ബിൻ ജഹം,
ജഅബൽ അൽ ഖസാഇ, അൽ അസ്കൂക്ക്, ഇത്രയും പ്രശസ്തമായിട്ടുള്ള കവികളൊക്കെ എന്തിൽ പെടുന്നവരാണ്? മുവല്ലിദൂൻ കവികളിൽ പെടുന്നവരാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയും കവികളെയാണ് മുവല്ലിദീൻ കവികൾ എന്ന് നമ്മൾ പറയാറുള്ളത്. പറഞ്ഞോളൂ. ശരി, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഓക്കെ ആണ്. ഇനി അടുത്തത് നമ്മൾ ഈ പറയപ്പെട്ട മുവല്ലിദീൻ കവികളുടെ റായിദ് എന്ന് പരിഗണിക്കുന്നത് ആരെയാണ്? അബ്ബാസി കവിയാണെന്ന് പറഞ്ഞു. ബഷാറാണോ, അബുൽ അത്താഹിയയാണോ, മുത്തനബി ആണോ, അബുൽ അലാം അരിയാണോ എന്നുള്ള? ആരാണ്? ബഷാർ ബിൻ ബുർദാണ്. അപ്പൊ ഈ ബഷാർ ബിൻ ബുർദിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ചോദ്യമാണ് സാധാരണ പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. ഇപ്പം മുമ്പ് ഒരിക്കൽ ചോദിച്ചിരുന്നത് റായിദ് ശുറൽ മുഹദ്ദിസീൻ ആരാണെന്നാണ് ചോദിച്ചത്, 2019 ചോദിച്ച ചോദ്യങ്ങൾ. പിന്നെ ഒന്ന് ചോദിച്ചത് ഇമാമു ഷുറൽ മുവല്ലിദീൻ ഫിൽ അസ്റുൽ അബ്ബാസി, അബ്ബാസിയ കാലഘട്ടത്തിലെ മുവല്ലിദീൻ കവികളുടെ ഇമാം ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ പല രൂപത്തിൽ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഹുവ ഷാഇറുൻ അബ്ബാസിയുൻ, ഹുവ ഷാഇറുൻ ഉലിദ ബിൽ ബസറ വനശഅ ബൈന അഹ്യാഇൽ ബാദിയത്തിൽ ബസറ. അദ്ദേഹം എന്താണ്, ബസറയിൽ ജനിച്ചു, ബസറയിലെ തെരുവോരങ്ങളിൽ ജീവിച്ചു. വലഖിബഹുൽ മുറഖിസ്, മുറഖിസ് എന്ന അപരനാമത്തിൽ ലഖബ് ചെയ്യപ്പെട്ടവരാണ്. എന്താ ഈ മുറഖിസ് എന്ന് വെച്ചാല്? കടുക്കൻ. മറ്റേ കടുക്കൻ ഇട്ട ആള് എന്ന അർത്ഥത്തിലാണ്. കടുക്കൻ ഇട്ട ആൾ ആരാണ്? ബഷാർ ബിൻ ബുർദാൻ. അതുപോലെ തന്നെ ഷാഇറുൻ ഫാരിസിയുൽ അസൽ ആഷബിൽ ബസർ, അദ്ദേഹം ഒരു പേർഷ്യൻ എന്താണ് ഈ പേർഷ്യൻ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഹജായിലാണ് പ്രശസ്തനാകുന്നത്. അദ്ദേഹം ഫാരിസി അസലാണ്. ആരാണ്? ഓക്കെ, ഇദ്ദേഹം ഖുറാസാനിൽ നിന്നുമുള്ള നമ്മുടെ ബഷാർ ബിൻ ബുർദ തന്നെയാണ്. ഖുറാസാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഫാരിസി അസലുകാരനാണ് ആര്? ഈ പറയുന്ന ബഷാർ ബിൻ ബുർദ. പിന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ് അതായത് ഇദ്ദേഹം സ്ത്രീകളെ പറ്റി വല്ലാതെ മോശം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. വല്ലാതെ മോശം പറയുന്ന വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളുടെ അറാധകളെയൊക്കെ തന്നെയും ചോദ്യം ചെയ്യുന്ന രൂപത്തില് എന്താണ് വല്ലാത്ത രൂപത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രകടമായി. അപ്പൊ ആ സമയത്ത് മാലിക് ബിൻ ദീനാർ പറയാണ്, എന്തൊരു കാര്യമാണ് നോക്കിക്കോണേ, മദീന, ഈ ഒരു നാട്ടിലുള്ള ആൾക്കാരെ ക്ഷണിക്കാണ് ഇലൽ ഫുസ്കി, തെമ്മാടിത്തരത്തിലേക്ക്. നോക്കിക്കോണേ, ഇത് എന്തൊരു കാര്യമാണ്. ഈ ശപിക്കപ്പെട്ട കണ്ണുപൊട്ടനായിട്ടുള്ളവന്റെ കവിത കൊണ്ട് എന്താണ് ജനങ്ങളെ വഴികേടിലാക്കാണ് എന്ന് പറഞ്ഞത് ആരെ പറ്റിയിട്ടാണെന്ന്? അബൂനവാസ്, അബുൽ അത്താഹിയ, ബഷാർ ബിൻ ബുർദ്, ഇബ്നു റഷീഖുൽ ഖൈറുവാനി. ആരാണ്? ബഷാർ ബിൻ ബുർദ് എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹത്തെ ഇത് കാരണം മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ അവസാനം കൊല്ലാൻ വേണ്ടിട്ട് അമറൽ മഹദിയെ ഇദ്ദേഹത്തെ 40ഓളം അടി അടിച്ചിട്ട് കൊന്നു കളയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മഹദി കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ ബത്തീഹ് എന്ന് പറയുന്നിടത്തേക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ശവശരീരത്തെ വലിച്ചെറിയൊക്കെ ചെയ്യുന്നുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഷൗക്കി ലൈഫിൽ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ബത്തീഹിലേക്ക് ഇദ്ദേഹത്തെ
ഇദ്ദേഹത്തിന്റെ ശരീരത്തെ വലിച്ചെറിഞ്ഞു എന്ന്, കൊന്നതിന് ശേഷം. ഇനി കാത്തിബുൻ ലാ യതഅല്ലഖു ബി അർളി ശാമി മിനൽ മദ്കൂരിൻ അദ്നാഹു, താഴെ പറയുന്നവയിൽ ഷാമുകാരുടെ കവികളല്ലാത്ത ഷാമിന്റെ കവിയല്ലാത്ത വ്യക്തി ആരെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ആരാണ്? അബൂ നവാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഷാമിന്റെ പ്രധാനപ്പെട്ട കവികളായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, തരംതിരിക്കാറില്ല എന്നുള്ളതാണ്. അബൂ നവാസ് എന്തല്ല പറയുന്ന ഷാമിയായിട്ടുള്ള കവിയല്ല. അദ്ദേഹം ഏത് നാട്ടിലെ കവിയാണ് ഈ പറയുന്ന അബൂ നവാസ്? പറഞ്ഞോ. അദ്ദേഹം ബഗ്ദാദിലെ കവിയാണ്, ബഗ്ദാദാണ്. ഈ ബഗ്ദാദികളെ കവികളായിട്ട്, ബഗ്ദാദിലെ പ്രശസ്തമായ കവികളായിട്ട് വരുന്നവരാണ് ബഷാർ ബിൻ ബുർദ്, അബൂ നവാസ്, അബുൽ അത്താഹിയ, മുസ്ലിം ഇബ്നുൽ വലീദ്, ഇബ്നു റൂമി. ഇവരൊക്കെ പ്രധാനപ്പെട്ട എന്താണ്, ബഗ്ദാദിലെ കവികളാണ്. ഷാമുകാരായിട്ടുള്ള കവികളാണ് ഈ പറയുന്ന അബൂ തമ്മാം, ബുഹുത്തുരി, മുത്തനബി, അബുൽ അലാമാരി, അബു ഫിറാസുൽ ഹമദാനി പോലുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ. ക്ലിയർ ആണോ? അടുത്തത് അൽ ഹസൻ ബിൻ ഹാനി. ഇത് ആരുടെ പേരാണ്? അബു തമ്മാമിന്റെ ആണോ, അബുൽ അത്താഹിയുടെ ആണോ, ഇബ്നു അബ്ദുർ റബ്ബയുടെ ആണോ, അബൂ നവാസിന്റെ ആണോ? ഹസൻ ബിൻ ഹാനി എന്ന് പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. ഹസൻ ബിൻ ഹാനി എന്നുള്ളത് അബൂ നവാസിന്റെ പേരാണ്. ചിലപ്പോ എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റു രണ്ട് രൂപമാണ് അൽ ഇസ്മുൽ അസ്ലി അബി നവാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അൽ ഹസൻ ബിൻ ഹാനി ഹുവൽ ഇസ്മുൽ അസ്ലി ഷാറുൽ അബ്ബാസി. ഹസൻ ബിൻ ഹാനി എന്നുള്ളത് എന്താണ്, അബ്ബാസി കവിയുടെ ഒരു പേരാണ്. അത് ആരാണെന്നാണ് ചോദ്യം. അങ്ങനെ പല രൂപത്തിൽ തന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യങ്ങൾ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഉലിദ ഹസൻ ബിൻ ഹാനി അബൂ നവാസ് ബിൽ അഹ്വാസ്. അദ്ദേഹം ജനിക്കുന്നത് അഹ്വാസിലാണ്. ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അദ്ദേഹം ഏത് വർഷമാണ് ജനിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം 145 ഹിജ്റയിലാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ 2010 ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹസൻ ബിൻ ഹാനി ജനിക്കുന്ന 145 എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചത്. ഓക്കെ, ഈ ഒരു ചോദ്യം തന്നെ, ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രൂപത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളവർക്ക് നമ്മളതനുസരിച്ച് ക്വസ്റ്റ്യൻ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ മതി. ഇനി അടുത്തത് അബൂ നവാസിനെ പറ്റി ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇസ്മുഹുൽ അസ്ലി ഹബീബിൻ ഔസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബൂ നവാസ് ഷാഇറുൽ ഹിക്മുൽ മഷ്ഹൂർ, പ്രശസ്തമായിട്ടുള്ള വിസ്ഡത്തിന്റെ കവിയാണ്. ഓക്കെ, തത്വജ്ഞാനിയായ കവിയാണ്. കാനലഹു ബഅദൽ ഖസാഇദു ഫി സുഹുദിയാത്തിൽ ഇദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള വരികളുണ്ട്. ഇദ്ദേഹം അമീൻ എന്ന് പറയുന്ന ഖലീഫയെ മദ്ഹ് ചെയ്തു. പറഞ്ഞോളൂ, ഇതിന്റെ ശരിയായി വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണോ? എല്ലാം ശരിയാണോ? 1ഉം 4ഉം ശരിയാണോ? 1ഉം 2ഉം ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ആൻസർ. ബിക്കോസ് ഇനി പറയാൻ പോണ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അബൂ നവാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം നമ്മൾ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, ഹസൻ ബിൻ ഹാനി എന്നുള്ളതാണ്. ഹസൻ ബിൻ ഹാനി എന്നുള്ളതാണ്.
അബൂ നവാസ് ഒരു പ്രശസ്തനായ തത്വജ്ഞാനിയായ കവി തന്നെയാണ്, ഷാരുൽ ഹിക്കുമ തന്നെയാണ്. കാരണം നമ്മൾ പറയാറുണ്ട് ഷാരുൽ ഹിക്കുമ ഹു അബൂ നവാസ് എന്ന് പറയാറുണ്ട്. അബൂ നവാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു മത്സര ബുദ്ധിയുള്ള കവിയാണ്. അപ്പം തന്നെക്കാൾ മികച്ചതായി ഈ ലോകത്ത് അല്ലെങ്കിൽ തന്റെ സമീപ കാലഘട്ടത്തിൽ ആരും ഉണ്ടാകരുത് എന്ന് വാശി പിടിച്ചിട്ടുള്ള ഒരു അപൂർവം ചില കവികളിൽ ഒരാളാണ് ആര്, അബൂ നവാസ് എന്നുള്ള കവി. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹിക്കുമയുടെ വിഷയത്തിലും അതുപോലെ തന്നെ സുഹുദിന്റെ വിഷയത്തിലൊക്കെ പ്രശസ്തമായിട്ടുള്ള കവിയായിരുന്നു ആര്, അബുൽ അത്താഹിയ. ഈ അബുൽ അത്താഹിയോട് മത്സരിച്ച് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പല കവിതകളും ഇദ്ദേഹം രചിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താണ് ഒരു ഹിക്കുമയുടെ കവിയായി കൊണ്ട് തന്നെ അറിയപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ആര്, നമ്മുടെ അബൂ നവാസ് എന്ന് പറയണത്. ഇനി കാനലഹു ബഅദൽ ഖസാഇദി ഫി സുഹൂദ്, ഇദ്ദേഹത്തിന് സുഹൂദിയാത്തിൽ കവിതകൾ ഉണ്ടോ? അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതുന്നില്ല? വലിയ രൂപത്തിലുള്ള സുഹൃത്തൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം സുഹൃത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയ സുഹൃത്തൊന്നുമില്ല. അദ്ദേഹം അത് ഒരു കണക്കിന് ശരിയാണ്, ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ എങ്കിൽ അദ്ദേഹത്തിന് സുഹൃദിയാത്തില് വലിയ വലിയ കവിതകളില്ല, കസായിദുകളായിട്ടുള്ള അബിയാത്തുകളുണ്ട്, കസായിദുകളില്ല. ഇപ്പം അദ്ദേഹത്തിന്റെ രണ്ട് വരികളുള്ള ഒരു വരി പ്രശസ്തമായിട്ടുള്ള വരിയാണ്, അത് ഇത് പറയുന്നുണ്ടല്ലോ അദ്ദേഹം, യാ റബ്ബി ഇന്ന അളമത് ഖുനൂബി കസീറത്തുൻ വ ഇന്ന റബ്ബക അഫ്വക അളമുൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഇത് പറയുന്നുണ്ട് അല്ലെ, വ ഇന്ന റബ്ബ അഫ്വകി അളമുൻ എന്ന് പറയുന്നത്. അതായത് ഓ രക്ഷിതാവേ, എന്റെ അടുക്കലുള്ള പാപങ്ങൾ എന്താണ് അധികരിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെക്കാള് ഏറ്റവും വലിയ എന്താണ്, എന്റെ പാപത്തിനേക്കാൾ ഏറ്റവും വലിയ ഒരു കതിർ നിന്റെ പൊറുക്കലിനാണ്, അതുകൊണ്ട് നീ എന്നെ പുറത്തു തരണേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലൻ നാരിൽ ജഹീമി വഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി വഇന്നക അന്തൽ ഗഫൂറുർ റഹീം എന്ന് പറയുന്ന ഒരു വരി ഉണ്ടല്ലോ, അത് അബൂ നവാസിന്റെ വരിയാണ്. അതൊക്കെ അബൂ നവാസ് തന്നെ എഴുതിച്ചിട്ടുള്ളതാണ്. പക്ഷെ ബിലാ ഖിലാസിന്, അദ്ദേഹത്തിന് എന്തല്ല ഒരു ഖിലാസ് ഒന്നും കൂടി അല്ലാതെ ആണ് അദ്ദേഹം ആ കവിത എഴുതുന്നത്. അദ്ദേഹം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജ്റ 195 അദ്ദേഹം ഹജ്ജ് ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. പക്ഷെ അവസാനം അദ്ദേഹം തിരിച്ച് ഈ പറയുന്ന എന്താണ് ലഹുവിലും മജൂനിലേക്ക് മടങ്ങിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ പ്രശസ്തയല്ലാത്ത ഒരു ഫന്നി ഏതിലാണ് അബൂ നവാസ് പ്രശസ്തയല്ലാത്തത്? ഹംരിയാത്തിലാണോ, തുർദിയാത്തിലാണോ, ഗൽമാനിയാത്തിലാണോ, ഇഖ്തിദാരിയാത്തിലാണോ? ഹംരിയാത്ത് എന്ന് പറയുന്നത് കള്ളിനെ കുറിച്ച് വർണ്ണിക്കുക, തുർദിയാത്ത് എന്ന് വെച്ചാൽ വേട്ട മൃഗങ്ങളെ പറ്റി, ഇപ്പം കിലാബ് സ്വീദ് പോലത്തവ നായയെ വേട്ടയാടുന്നത് പോലെയൊക്കെയാണ് തുർദിയാത്ത് എന്ന് പറയുന്നത്. അതിൽ പ്രശസ്തനായ കവിയാണ് ഹുസൈൻ ഇബ്നു ലഹാഖ് ഹമ്മാദ് അജ്റദക്. പിന്നെ ഗൽമാനിയാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് വർണ്ണിക്കലാണ്, പ്രത്യേകിച്ചും ആൺകുട്ടികളെ പറ്റി വർണ്ണിക്കലാണ് ഗൽമാനിയാത്ത് എന്ന് പറയുന്നത്. ഇഖ്തിദാരിയാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്ഷമാപണ കവിതകളാണ്. ക്ഷമാപണ കവിതകളിൽ പ്രശസ്തനാകുന്നത് ആരാണ്? ദുബിയാനി എന്നുള്ളതാണ്. പിന്നെ ഹുവ സാഹിബു സീത്തു ത്വാഇരി വശഇറു സാഇരി വറഅസുൽ മുഹദ്ദിസീൻ എന്ന് ഒരാളെ പറ്റി പറയുന്നുണ്ട്. സാഹിബു സീത്തു ത്വാഇർ വളരെ പ്രശസ്തിയാർജിച്ച ഒരു കവിയാണ്. വശഇറു സാഇരി അദ്ദേഹത്തിന്റെ കവിതകൾ എന്താണ്, വ്യാപൃതമായതാണ്. വറഅസുൽ മുഹദ്ദിസീൻ മുഹദ്ദിസീൻ കവികളുടെ നേതാവാണ്. അത് അബ്ദുൽ വലീദ് ഉബൈദില്ലയാണോ, അബു ത്വയ്യിബ് അഹമ്മദ് ബിൻ ഹുസൈൻ ആണോ, ഹസൻ ബിൻ ഹാരിയാണോ, അഹമ്മദ് ബിൻ ഉജ്ദാണോ? മനില്ലദീന യുഅദ്ദിഫൂന ഹാദാ മിസ്ല ഹാദാ. ഹസൻ ബിൻ ഹാനി അഥവാ അബൂ നവാസിനെ പറ്റിയിട്ടാണ്. ആരാണ് അബുൽ വലീദ് ഉബൈദില്ല? ബുഹ്തുരിയാണ്. അബു ത്വയ്യിബ് അഹമ്മദ് ബിൻ ഹുസൈൻ
അഹ്മദ് ബിൻ റുഷ്ദ്, ഇബ്നു റുഷ്ദ്. ഇബ്നു റുഷ്ദ്. ഇനി അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ്. വലമ്മാ ശരിബ്നാഹാ വദബ്ബദ ബിഹാ ഇലാ മൗത്തിനിൽ അസ്റാരി ഖുൽതു ലഹാ ഖിഫി. വലമ്മാ ശരിബ്നാഹ, ഞാൻ അതിനെ കുടിക്കുന്ന സമയത്ത്, ദബ്ബദ ബിഹാ, അതിന്റെ കോപ്പകൾ നിറഞ്ഞു തിന്നു. ഇലാ മൗത്തിനിൽ അസ്റാരി, എന്താണ്, രഹസ്യഭാഗങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെന്നു. ഖുൽതു ലഹാ ഖിഫി, ഞാൻ അതിനോട് പറഞ്ഞു മതി, മതിയായി, എനിക്ക് പറഞ്ഞു പോകുന്നു. പക്ഷേ ഖുൽതു ലഹാ ഖിഫി, ഞാൻ അത് പറഞ്ഞുവെങ്കിലും വീണ്ടും കുടിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയണം. അതായത് ഇത് കള്ളിനെ പറ്റിയിട്ടും കള്ളുമായി ബന്ധപ്പെട്ട എന്താണ് അതിന്റെ വിശേഷണങ്ങളെ പറ്റിയിട്ടും സ്ഥലങ്ങളെ പറ്റിയിട്ടും പൂഹിനെ പറ്റിയിട്ടും ഒക്കെ ചർച്ച ചെയ്യുന്നതാണ് ഹംറിയാത്ത് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരി, ഒരു ഇത് എന്താണ് ഒരു ധാര എന്ന് പറയുന്നത്. അപ്പൊ ആ ധാരയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശസ്തമായ കവിതയാണ് ഈ പറയുന്ന എന്താണ് വലമ്മാ ശരിബ്നാഹാ വദബ്ബദ ബിഹാ ഇലാ മൗത്തിനിൽ അസ്റാരി ഖുൽതു ലഹാ ഖിഫി എന്നുള്ളത്. ഇതാരാണ് രചിക്കുന്നത്? ആരുടെ വരികളാണ്? അബൂ നവാസ് ആണ്. അബൂ നവാസിന്റെ വരികളാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, കാന അഅലമു ബിൽ ലുഗത്തി മിൻ അബീ നവാസ്, അബൂ നവാസിനേക്കാള് ഏറ്റവും നന്നായിട്ട് ഭാഷയിൽ പണ്ഡിതനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വല അഫ്സഹു ലുഹ്ജത്ത് മിൻഹു, അദ്ദേഹത്തെക്കാൾ ഏറ്റവും നന്നായിട്ട് ഫസീഹായി സംസാരിക്കുന്ന, ഭാഷയിൽ നിപുണനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? അബുൽ അത്താഹിയ അബൂ തമാം ബുഹ്തുരി അൽ ജാഹിദ്, ജാഹിദാണ്. അദ്ദേഹത്തിന്റെ ഒരു വരികളാണ് യാ റബ്ബി ഇന്ന അളമത്ത് ദുനൂബി കുസുറത്തൻ, ഓ രക്ഷിതാവേ, ഇന്ന അളമത്ത് ദുനൂബി, എന്റെ പാപങ്ങൾ തീർച്ചയായും അളമത്ത്, അത് അധികരിച്ചതാണ്. വലക്കത് ബി അന്ന അഫ്വക്കി, തീർച്ചയായും എനിക്കറിയാം, ബി അന്ന അഫ്വക്ക, നിന്റെ പൊറുക്കൽ എന്നത് അളമു, എന്താണ് അളമു മിനദ് ദുനൂബ്, എന്റെ പാപങ്ങളെക്കാൾ വളരെ മഹത്തരമാണെന്ത്, എന്റെ പാപങ്ങളെക്കാൾ വലിയ വലിയ അളവിലുണ്ട് അള്ളാഹ് നിന്റെ പൊറുക്കൽ എന്ന് പാടിയ കവി ആരാണ്? അബുൽ അത്താഹിയാണോ, അബൂ നവാസ് ആണോ, മഅരിയാണോ, ബുഹ്തുരി ആണോ എന്നുള്ളതാണ്. അബൂ നവാസ് ആണ്. ഈ ഒരു ചോദ്യം ഒരു പ്രശ്നമുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു ഓപ്ഷനുകൾ എന്താണ് ഓപ്ഷൻ എന്ന് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷന് തെറ്റുണ്ടെന്ന് ഞാൻ ഒരു പ്രശ്നമുള്ള ഒരു ഓപ്ഷനായിട്ട് പറയാൻ കാരണം നിങ്ങൾക്കറിയോ? മാരിക്കുണ്ട് ഇതേപോലെ വരിയില്ലേ? മഅരി ഉണ്ട്. ഒന്ന് മഅരിക്ക് ഇതേപോലത്തെ വരികളുണ്ടല്ലേ? ഒന്ന് മഅരിക്ക് ഇതേപോലെ വരുന്ന മറ്റൊരു വരിയുണ്ട്. എന്താണ് വരിയെന്ന് ഓർക്കുന്നില്ല ഞാന്. ഉണ്ട്, അതെനിക്കറിയാം. എന്താണെന്നറിയോ? രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ അബുൽ അത്താഹിയ ഉള്ളത് കൊണ്ട്, അബുൽ അത്താഹിയ സുഹുദിൽ പ്രശസ്തനായ വ്യക്തിയാണ്. അപ്പം ഈ വരി കാണുമ്പോൾ അബൂ നവാസ് ചിന്തിക്കാതെ അബുൽ അത്താഹിയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. രണ്ട് സെഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വരി എന്നുള്ളത് ആരുടെയാണ്? അത് ഈ അബൂ നവാസിന്റെ വരികളാണ്. ഇനി അടുത്തത് ഹുവ അന്നഹു ഷാഇറുൻ മഷ്ഹൂറുൻ ബിഅദ്ദഅ ബിഅന്നഹു നബിയ്യുൻ, ഒരു പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം വാദിച്ചത് അദ്ദേഹം നബിയാണെന്നാണ് വാദിച്ചത്. നബിയാണെന്ന് വാദിച്ചൊരു കവിയാണ്. അത് ഏത് കവിയാണ് നബി എന്ന് വാദിച്ചത്? ആരാണ്? മുത്തനബിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഏകദേശം ഒരു കുറച്ച് ഖുറാനിക ആയത്തുകളൊക്കെ അദ്ദേഹം ഷാമില് വെച്ചിട്ടാണ് അദ്ദേഹം നബിയാണെന്ന് വാദിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ഭ്രാന്തനാണെന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പറഞ്ഞു പോകുന്നുണ്ട്. സുമ്മിയ മുത്തനബി ബിദ്യായി അന്നഹു നബിയൻ എന്നുള്ളതാണ് അത് ശരിയായി വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്താണ്? അബുൽ വലീദ് ഉബൈദില്ല അബു തയ്യിബ് അഹ്മദ് ബിൻ ഹുസൈൻ അഹ്മദ് ബിൻ അബ്ദില്ല അഹ്മദ് ബിൻ റുഷ്ദ്.
അഹമ്മദ് ബിൻ അബു തയ്യിബ് അഹമ്മദ് ബിൻ ഹുസൈൻ എന്നുള്ളതാണ്. അഹദു മഫാഖിറുൽ അദബുൽ അറബി, അറബികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പൊങ്ങച്ചത്തിന്റെ ഒരു എന്താണ് ഉറവിടമാണ്. സ്വാഹിബുൽ അംസാലു സായിറ, എന്താണ് വിശേഷണം നിറഞ്ഞ അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള മുസ്ലുകൾ ഇദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം ജനിക്കുന്നത് ഉലിദ ബി കിന്ദ ബി കൂഫ, കൂഫയിലെ കിന്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതാരാണ്? ആരാണ്? മുത്തനബിയാണ്. ഈ നമ്മുടെ അബൂനുവാസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഈ പറയുന്ന സുഹൃദിൽ ഒരുപാട് കവിതകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അൻസരീശ്വരൻ? അദ്ദേഹത്തിന് മുഅ്മിനുൽ ആസി എന്ന് പേര് വരുന്ന ഒരു കസീദ തന്നെ ഉണ്ട് സുഹൃദില്. മുഅ്മിനുൽ ആസി കേട്ടോ, മറക്കരുത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇല്ലാത്ത വരികൾ ഒന്നുമില്ല. അല്ല, അപ്പൊ നേരത്തെ സാർ ഒന്ന് കസീദയില് എഴുതിയിട്ടില്ലാന്നല്ലേ പറഞ്ഞത്? എന്താണ്? അല്ല, നേരത്തെ പറഞ്ഞത് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ അല്ല അദ്ദേഹത്തിന് സുഹൃദിൽ കവിതകൾ ഇല്ല എന്നുള്ള. അല്ല, സുഹൃദിൽ കവിതകൾ ഇല്ല നമ്മൾ പറഞ്ഞില്ലല്ലോ. അല്ല, കസീദ ഇല്ലാന്ന് പറഞ്ഞു, ബൈത്തുണ്ട്, കസീദ ഇല്ലാന്നല്ലേ പറഞ്ഞത്? അതെ, ഇദ്ദേഹത്തിന് കവിതകളുണ്ട് വലിയ രൂപത്തിലൊന്നും. അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ അബൂനുവാസിന്റെ തൊബിയാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും മത്സരിക്കുക എന്നുള്ള ഒരു ഇതാണ്. മാത്രമല്ല പെട്ടെന്ന് കവിത എഴുതും ഈ അബൂ തയ്യിബ് മുത്തനബി. അപ്പൊ ഇദ്ദേഹത്തിന്റെ അവസാന കാലം അദ്ദേഹം എല്ലാ മേഖലകളും കൈവച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രശസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് ആര്? അബുൽ അത്താഹിയ. ഈ അബുൽ അത്താഹിയുടെ പ്രശസ്തി തകർക്കണം എന്ന ആശയത്തോടു കൂടി അബൂനുവാസ് എന്ത് ചെയ്തു? സുഹൃദിൽ കവിതകൾ എഴുതി തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതി വന്ന സമയത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഹിജ്റ 195 അദ്ദേഹം ഹജ്ജൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അദ്ദേഹത്തെ കൊല്ലുന്നത് പോലും ഈ പറയുന്ന എന്താണ്, അദ്ദേഹം എന്താണ് ഈ പറയുന്ന സന്തക്കാണ്, നിരീശ്വരവാദിയാണെന്ന് എന്താണ് പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് പോലും. ഓക്കെ, ഇനി മലഅദ്ദുനിയ ശുഗ്നന്നാസ് എന്ന് പറഞ്ഞ ആരെ പറ്റിയിട്ടാണെന്നാണ്. മലഅദ്ദുനിയ ശഗ്ലന്നാസ്, മലഅദ്ദുനിയ ശഗ്ലന്നാസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇബ്നു റഷീഖുൽ ഖൈറുവാനി ഇദ്ദേഹത്തെ പറ്റി പറയാണ്, മുത്തനബിയെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? ഇദ്ദേഹം ദുനിയാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വ്യാപൃതരാകും. അഥവാ ഇദ്ദേഹത്തിന്റെ കവിതകൾ എങ്ങാനും നമ്മുടെ അടുക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്തെയും ജനങ്ങള് അതിൽ കൂടുതലായിട്ട് ആശ്ലേഷിച്ചു പോകുന്നുള്ളതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ കവിതകൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് എന്തെയും ജനങ്ങൾ അതിൽ മുഴുവൻ വ്യാപൃതി കൂടും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയണത്. ഇബ്നു റഷീഖുൽ ഖൈറുവാനി പറഞ്ഞ ഒരു വാചകമാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കും മൻകാല മലഅദ്ദുനിയ ശഗ്ലന്നാസ് എന്നാവാം. ഇനി ആഷ മുത്തനബി അഫ്ളല ഹയാത്തുഹു ഫി ബിലാദി, ഏതൊരു കൊട്ടാരത്തിലാണ് മുത്തനബി തന്റെ ഔദ്യോഗിക കാലഘട്ടം ജീവിച്ചത്? കാഫുർ ഇർഷദിയുടെയാണോ, സൈഫുദ്ദൗലത്തുൽ ഹമദാനിയുടെയാണോ, ഹാറൂൻ റഷീദിന്റെയാണോ, ലിസാനുദ്ദീൻ ഖത്തീബിന്റെ ആണോ? ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. സൈഫുദ്ദൗലയുടെ കൊട്ടാരത്തിലായിരുന്നു മുത്തനബി തന്റെ അധിക കാലഘട്ടവും ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹം അതിനുശേഷം സൈഫുദ്ദൗലയുടെ കൊട്ടാരത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നന്നായിട്ട് സൈഫുദ്ദൗലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ഈ പറയുന്ന മുത്തനബി പങ്കെടുക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുർമണ്റ പിടിച്ചെടുക്കാനായിട്ടൊക്കെ സൈഫുദ്ദൗലയെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുത്തനബി എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഈ സൈഫുദ്ദൗലയുടെ അടുക്ക് ഇബ്നു ഹുലവിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇബ്നു ഹുലൈവ എന്ന് പറയുന്ന ഒരു കവി എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം കവിത മോഷ്ടിച്ചു എന്ന്
നമ്മുടെ ആരോട് പരാതി പറയുന്നുണ്ട്? സൈഫുദ്ദൗലയോട്. അതായത് മുത്തനബി കവിത മോഷ്ടിച്ചു എന്ന് സൈഫുദ്ദൗലയോട് ഇബ്നു ഹുലൈബ വന്ന് പരാതി പറയുകയും ആ പരാതി പറഞ്ഞ സമയത്ത് ഇതിനോടുള്ള ദേഷ്യം കാരണത്താലാണ് ആരുടെ കൊട്ടാരത്തിലേക്ക് പോണത്? റംലയിലുള്ള കാഫുർ രക്ഷിതിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. പക്ഷേ കാഫുർ രക്ഷിതിയുടെ അടുക്കൽ ഇദ്ദേഹത്തിന് വളരെ സ്ഥാനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരിൽ ഒരാൾ വന്ന് ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇദ്ദേഹം ഹിജറ 323 ഇദ്ദേഹം ഇസ്മായിലുകാരുടെ നബിയാണ് എന്ന് വാദിച്ചുകൊണ്ട് ഇദ്ദേഹം വന്നിരുന്നുവെന്നും ഈ വിഷയം ഇദ്ദേഹം അറിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ വിലക്കി. അങ്ങനെ അപ്പം ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പറയുന്ന കാഫിർ റഷീദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം നീ നിബുവത്ത് വാദിച്ചു, നീ കാഫൂർ റഷീദിക്ക് ശേഷം നീ എങ്ങാനും എന്റെ ഭരണം വേണമെന്ന് നീ വാദിച്ചാലോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് കാഫൂർ റഷീദ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തെ ജയിലടക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ജയിലടക്കുകയും ഇദ്ദേഹം ഒരു ദിവസം രാത്രി ജയിലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒളിച്ചോടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ പറയുന്ന സൈഫുദ്ദൗലയും കാഫൂർ റഷീദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തനബിയുടെ ജീവിതത്തിൽ നിന്നും പറയാനുള്ളത്. ക്ലിയർ ആണോ? فلما اشتهر أمره قبض لؤلؤ أمير حمص النائب الخشدية فأوثقه ثم أطلقة بعد استنابه من الشعر. ഇദ്ദേഹത്തിന്റെ വിവരത്തെ കുറിച്ച് അറിഞ്ഞ സമയത്ത് ഖബള അലൈഹി ലുഉലു എന്ന് പറയുന്ന ഹിംസിലെ രാജാവ് ഇദ്ദേഹത്തെ ജയിലടച്ചു. നായിബുൽ ഇഖ്ഷിദിയുടെ അസിസ്റ്റന്റ് ആണ് ഈ പറയുന്ന ലുഉലു എന്ന് പറയുന്ന ഹിംസിലെ ആ ഒരു അമീർ. വൗസഖഹു ശേഷം അദ്ദേഹത്തെ ജയിലടക്കുകയും സുമ്മ അത്തല്ലഖഹു ശേഷം വിമോചനം കൊടുക്കുകയും ചെയ്തു. ബാദൻ ഇസ്തനാബഹു മിന ശിഅർ അദ്ദേഹം കവിത കൊണ്ട് പുറക്കലിനെ തേടിയതിനു ശേഷം. അതാരാണ്? അബുത്തയ്യിബുൽ മുത്തനബ്ബിയാണ്. അടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു കവിതയാണ്. ഇദ്ദേഹം മരണപ്പെടുന്ന സമയത്തിന് മുമ്പ് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തെ സോഫിയ എന്ന് പറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? മഅറത്ത് നുഅ്മാന്റെ അടുക്കലേക്ക് വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ പിടിച്ചു കൊല്ലുന്നത്. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു കുട്ടിയോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ അറിയുമെന്ന് വെച്ചവൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയാണ്, അൽ ഖൈലു വല്ലൈലു വൽ ബൈദാഉ തഅരിഫുനി, കുതിരയ്ക്കും രാത്രിക്കും ബൈദാഇനും എന്നെ അറിയാം. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ വാളിനും കുന്തത്തിനും അതോടൊപ്പം പേപ്പറിനും പേനയ്ക്കും വരെ എന്നെ അറിയാം എന്ന് സ്വന്തത്തോട് ഫഖർ പാടിയ കവി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇതാരാണ്? മുത്തനബിയാണ്. ക്ലിയർ അല്ലേ? അടുത്തത് അതെ മറ്റൊരു കവിതയാണ്. അഹബ്ബക യാ ശംസ സമാനി വ ബദറഹു, അഹബ്ബക യാ ശംസ സമാനി വ ബദറഹു, കാലഘട്ടത്തിന്റെ സൂര്യനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്. വ ബദറഹു നീ വെറും സൂര്യൻ മാത്രമല്ല ചന്ദ്രനും കൂടിയാണ്. വഇല്ലാ മനീഫിക നീ എങ്ങാനും വഇല്ലാ മനീഫിക സുഹാവൽ ഫുറാഖിദു, സുഹയും ഫുറാഖിദും നിന്നെ കാരണത്താൽ എന്നോട് അസൂയം വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് അബു തമ്മാമാണോ, ബുഖ്തുരിയാണോ, മുത്തനബിയാണോ, അബുൽ മാരിയാണോ? ഇത് ഏതോ ഒരു ഇതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് കേട്ടോ. നമ്മുടെ ഹുസ്നു തഅലീലിന്റെ എന്തോ ഒരു ഉദാഹരണല്ലേ ഈ ഒരു കവിത? ബറാഅത്തുൽ വാദി നമ്മൾ പഠിക്കാറില്ലേ? ഹുസ്നു തഅലീലിന്റെ എന്തോ ഒരു ഉദാഹരണമായി കൊണ്ട് പഠിക്കാറുള്ള ഒരു കവിത കൂടിയാണ് ഈ പറയുന്നത്. അഹബ്ബക യാ ശംസ സമാനി വ ബദറഹു. അടുത്തൊരു ചോദ്യം, ഹബീബ് ബിൻ ഔസ് ഇസ്മുൽ അസ്ലി ലിശാഇർ അബ്ബാസി, അബ്ബാസി കവിയായ ഹബീബ് ബിൻ ഔസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്?
അബുൽ അത്താഹിയയാണോ, ബുഹ്തുരിയാണോ, മുത്തനബിയാണോ, അബുത്തമ്മാമാണോ? ആരാണ് ഹബീബിൻ ഔസത്തോയി എന്നുള്ളത്? ഈ പറയുന്ന അബുത്തമ്മാമിന്റെ മറ്റു ഒരു പേരാണെന്ത്? ഹബീബിൻ ഔസത്തോയി എന്നുള്ളത്. അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത്? ബിഖാരിയത്ത് ജാസിം ഐന തംർ കിന്ദ അഹ്വാസ്. പിന്നെ നമ്മൾ നേരത്തെ അഹബക്കയ ഷംസ സമാനി ബദറഹുവിന്റെ അർത്ഥം പറഞ്ഞില്ലായിരുന്നു? ഒരു സൂറത്തിൻ ബലാഗിയ ഉണ്ടാന്ന് പറഞ്ഞില്ല? എന്തായിരുന്നു സംഭവം? അത് അറിയോ? അത് ഈ പറയുന്ന ഇസ്തിയാറയാണ്. ഇസ്തിയാറയ്ക്ക് ഉദാഹരണമാണ് അഹബക്കയ ഷംസ സമാനി ബദറഹു ഇല്ലാ മനിഫിക സുഹാ വൽ ഫറാഖിദു എന്നുള്ളത്. ഓക്കെ, ഇദ്ദേഹം ജനിക്കുന്നത് ജാസിം എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ഇദ്ദേഹം ആരുടെ സമകാലികനായിരുന്നു? കാരണം ആസിറൻ ലി അബൂ നിവാസ്, അതുപോലെ ബുഹ്തുരി, അഖ്തൽ, കഅബ് ബിൻ സുഹൈർ ആരുടേതായിരുന്നു? അത് ഇസ്തിയാറ തസ്രീഹിയ അസ്ലിയക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇസ്തിയാറ തസ്രീഹിയ അസ്ലിയക്ക് ഉദാഹരണമാണ് ഹബ്ബക്കയ ഷംസ സമാനിയ ബദറുഹു എന്നുള്ള വരി. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വരാം. അബൂ തമ്മാം എന്നുള്ളത് അദ്ദേഹം ബുഹ്തുരിയുടെ മാസുറായിരുന്നു. ആരാണ് ദീവാന ഹിമാസ ഒരുമിച്ച് കൂട്ടി? മൻജമഅ ദീവാന ഹിമാസ. ബുഹ്തുരി, ഹമ്മാദ് റാവി, അബൂ തമ്മാം, അബുൽ അത്താഹിയ. ഉറപ്പാണോ? അബൂ തമ്മാമാണ് ഒരുമിച്ച് കൂട്ടിയത് ഹിമാസ? നോക്കാം. അബൂ തമ്മാമാണ് ദീവാൻ ഹിമാസ ഒരുമിച്ച് കൂട്ടുന്നത്. ഫുഊലു ഷുഅറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഫുഊലു ഷുഅറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ റൈറ്റർ ആരാണെന്നുള്ളത്? ആരാണ്? കിതാബ് ഫുഊലു ഷുഅറ. അബൂ തമ്മാം, ബുഹ്തുരി, മുതനബി, അബുൽ അലാ മാരി. അബൂ തമ്മാമിന്റെ ഗ്രന്ഥമാണ് ഫുഹൂലു ഷുഅറ എന്നുള്ളത്. തൊബക്കാത്ത് ഫുഹൂലു ഷുഅറ എന്നുള്ളത് ആരുടെ ഗ്രന്ഥമാണ്? തൊബക്കാത്ത് ഫുഹൂലു ഷുഅറ ഗ്രന്ഥമാണ് തൊബക്കാത്ത് ഫുഹൂലു ഷുഅറ എന്നുള്ളത്. തൊയ്യാൻ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഫറസ്ദക്ക്, ജരീർ, കഅബ് സുഹൈർ, ബുജൈർ ബിൻ സുഹൈർ, മജ്നൂൻ ലൈല, മജ്നൂൻ ലുബ്ന, അബൂ തമ്മാം, ബുഹ്തുരി. ആരെയാണ് തൊയ്യാനി എന്നറിയപ്പെടുന്നത്? അബൂ തമ്മാമിനെയും ബുഹ്തുരിയെയാണ്. സാഹിത്യത്തിന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അന്നഹു ഷാരുൻ ഹഖീഖിൻ, അത് അദ്ദേഹം യഥാസ്ഥിക കവിയാണ്. എന്താണ്? ഈ യഥാസ്ഥിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കവിയാണ് ആര്? മുത്തനബിയാണ്, അബൂ ഫിറാസുൽ ഹമദാനിയാണ്, ബുഹ്തുരിയാണ്, ഇബ്നു റൂമിയാണ്.
ബുഹുത്തുരിയെയാണ് ഈ പറയുന്ന ഷാറുൽ ഹഖീഖി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരിയാണ് ബിൽ ബിർരി സുന്നത്തുൻ വഅൻത അഫ്സലു വഅൻത അഫ്ളലു സ്വായിമുൻ ബി സുന്നത്തില്ലാഹി റളിയത തുഫ്തറു എന്ന് പറയാണ്. ബിൽ ബിർ, ഈ ബിർ എന്ന് വെച്ചാൽ എന്താണ്? നന്മ. സിംത് അത് എന്താണ്? നിശബ്ദതയാണ്. ബിൽ ബിർറി സിംത്, നിശബ്ദതയിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് വാന്ത അഫ്ളലു സ്വായിമുൻ, നീ നല്ല ഒരു നോമ്പുകാരനാവണം എന്നുള്ളതാണ്. നോമ്പുകാരനാകുമ്പോ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണത് നിശബ്ദത പാലിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, തിന്മ വെടിയുക എന്നുള്ളത്. വബി സുന്നത്തില്ലാഹി റളിയ, അതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അള്ളാഹുവിന്റെ എന്താണ് സുന്നത്ത് കിട്ടുന്നുണ്ട്. റളി, തൃപ്തിപ്പെട്ട ഒരു സുന്നത്തിനെ നിനക്ക് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് നീ നോമ്പ് മുറിക്കുക കൂടി ചെയ്യണം. അതായത് നിനക്ക് സുന്നത്ത് കിട്ടുന്നുണ്ട്. തുഫ്തറു ബി സുന്നത്തില്ല, അള്ളാഹിന്റെ സുന്നത്ത് ഉപയോഗിച്ച് അതൊക്കെ ആരൊക്കെ ഉപയോഗിച്ച് നീ നോമ്പ് മുറിക്കുകയും ചെയ്യണമെന്ന് പറയണം. അപ്പൊ നീ എന്ത് ചെയ്യണം? ഒരു നോമ്പുകാരനായിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു നോമ്പുകാരനാണ്. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? മറ്റു മോശമായ കാര്യങ്ങളിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കണം. ഇതൊരു ഹിക്മയുടെ കവിയാണ്, തത്വജ്ഞാനത്തിന്റെ ഒരു കവിയാണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ പറയാം, പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ ആശയം പറയാൻ പറ്റൂല. അതായത് ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നോമ്പുകാരനായിരിക്കെ നീ എന്ത് ചെയ്യണം? നിശബ്ദത പാലിക്കണം. 2, നോമ്പുകാരനായിരിക്കെ നീ ഒരു നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവണം. 3, അള്ളാഹുവിന്റെ നന്മകളൊക്കെ തന്നെയും നീ എന്ത് ചെയ്യണം? നീ പിൻപറ്റണം. നബിയുടെ സുന്നത്തുകളെ നിങ്ങൾ അനുകരിക്കണം. അതോടൊപ്പം തന്നെ കാരക്ക കൊണ്ട് നീ നോമ്പ് മുറിക്കണം എന്ന് പറയാണ്. ഇത് ബുഹുത്തരി ആണ് രചിച്ചതെന്ന് പറയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം എന്താണെന്നാണ് ചോദ്യം. അബു തയ്യിബ് അഹമ്മദ് ബിൻ ഹുസൈൻ എന്നാണോ? അഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ സുലൈമാൻ എന്നാണോ? അൽ വലീദ് ബിൻ ഉബൈദില്ലാഹി തോയി എന്നാണോ? ഹബീബ് ബിൻ ഔസ് തോയി ആണോ? ഏതാണ് ശരിയായി വരുന്നത്? വലീദ് ബിൻ അബ്ദുല്ലാഹി തോയി, ഹബീബ് ബിൻ അബ്ദുല്ലാ അൽ തോയി എന്നുള്ളത്. സഅല ശിഅരി മൻ അശ്അറ, ഒരിക്കല് ഒരാളോട് ചോദ്യം ചോദിച്ചു. എന്താണ്? നിന്നെക്കാള് ഏറ്റവും അബൂത്തമാമാണോ നീയാണോ ഏറ്റവും വലിയ കവി എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയാണ് ജയ്യിദുഹു ഖൈറു മിൻ ജയ്യിദി ഫറദീനി ഖൈറു മിൻ റദീഹി. അദ്ദേഹത്തിന്റെ അടുക്കലുള്ള എന്താണ് എന്റെ അടുക്കലുള്ള നന്മ എന്നുള്ളത് അബുത്തമ്മാമിന്റെ അടുക്കലുള്ള നന്മയേക്കാൾ വളരെ കുറവാണ്. പക്ഷേ എന്റെ അടുക്കലുള്ള മോശമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അബുത്തമ്മാമിന്റെ അടുക്കലുള്ള മോശമായ സ്ഥലങ്ങളെക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം മോശം പ്രവർത്തിക്കൂല, മോശം പ്രവർത്തിക്കൂല. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്താണ് എന്നെക്കാൾ നല്ലൊരു കവിയാണ് എന്ന് അദ്ദേഹം വാദിക്കുകയാണ്. അതാരാണ് വാദിച്ചതെന്നുള്ളതാണ് ചോദ്യം. അത് ബുഹ്തിരിയുടെ എന്താണ് ഒരു കവിതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കവിതയാണ് ഈ പറയുന്ന ബുഹ്തിരിയുടെ ഒരു വാക്കാണ് ഇത് സംഭവം. അടുത്തൊരു ഒരു വരിയാണ് അബൂ തമാം അൽ മുത്തനബി ഹക്കീമാനി ഇന്നമ ഷായിറുൽ ബുഹ്തിരി. അബൂ തമാം മുത്തനബി എന്താണ്? തത്വജ്ഞാനികളാണ്, കവി എന്നത് ബുഹ്തിരിയാണെന്ന് പറഞ്ഞു. ഇത് ആര് പറഞ്ഞതാണ്? ജാഹിദ്, ഇബ്നു ഖുതൈബ, അബുൽ അലാ മാരി, ഇബ്നുൽ മുഅ്തസിൽ. അബുൽ അലാ മാരിയുടെയാണ്. അടുത്തത് സ്വരീഖുൽ ഖബാനി എന്നറിയപ്പെടുന്ന കവി ആരാണ്? മുസ്ലിം ഇബ്നുൽ വലീദ് ആണോ? അബൂ നുവാസ് ആണോ? അബുൽ അത്താഹിയയാണോ? അബൂ തമ്മാം ആണോ സ്വരീഖുൽ ഖബാനി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്? അതിന്റെ മീനിങ് എന്താ? ഈ സ്വരീഖുൽ ഖബാനി എന്ന് പറയുന്നത് സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ആളെന്നാണ്. സ്ത്രീകളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കവിത രചിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഒരു കാമുകൻ എന്ന അർത്ഥമൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നറിയപ്പെട്ട കവി ആരാണ്? മുസ്ലിം ഇബ്നുൽ വലീദ് എന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് എക്സ്ട്രാ പറയണത് ഒരു ഫാരിസി അസുലുകാരനാണ്. ഇദ്ദേഹത്തിന്റെ ജദ്ദ് എന്തായിരുന്നു? ആലു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം കൂഫയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം അൻസാറുകളിൽപ്പെട്ട ഖസ്റജി ഗോത്രക്കാരൻ കൂടിയാണ്. ആര്?
ഈ പറയുന്ന മുസ്ലിം ഇബ്നുൽ വലീദ്. അതുപോലെ തന്നെ ഇദ്ദേഹം ബറാമിക്ക കുടുംബക്കാരെ ഇദ്ദേഹം മദ്ഹ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തെ സൊരീഖുൽ ഖവാനി എന്ന് ലഖബ് വിളിച്ചത് ആരാന്നറിയോ? ഹാറൂൺ റഷീദാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? ഇദ്ദേഹത്തെ സൊരീഖുൽ ഖവാനി എന്ന ലഖബ് ഇദ്ദേഹത്തെ നൽകിയത് ഹാറൂൺ റഷീദാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അതിനൊരു കാരണം തന്നെ പറയുന്നുണ്ട്. വമൽ ഐശു ഇല്ല അൻ തറൂഹു മഅസ്സിബ വതഉദ്ദു സുരീഉൽ കഅസി വൽ അയുനിൻ നജ്ലു എന്ന് പറയുന്ന ഒരു കവിത ഇദ്ദേഹം പാടുന്നുണ്ട്. ആ കാരണത്താലാണ് ഇദ്ദേഹത്തെ വിളിക്കുന്ന പറയുന്നുണ്ട്. അടുത്തത് ഒരു ദിവസത്തെ ഖലീഫ എന്നറിയപ്പെടുന്ന ഖലീഫ ആരാണ്? ഒരു എഴുത്തുകാരനാണ്. ഇൽമുൽ ബദിഇന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ഇദ്ദേഹം. അബ്ദുല്ലാഹിബ്നുൽ മുഅത്തസിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ പറയാറുള്ളത്. കിതാബുൽ ബദി എന്നത് ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നുൽ മുഅത്തസിന്റെ ഗ്രന്ഥമാണ്. അസ്സുഹുർ വ റിയാദ് എന്നുള്ളത് ആരുടെ ഗ്രന്ഥമാണ്? സുഹുർ വ റിയാദ് ഇബ്നുൽ മുഅത്തസ്, ഇബ്നു റുഷ്ദ്, ഇബ്നു ഖൽദൂൻ, ഇബ്നു സീന. സുഹുർ വ റിയാദ് എന്നുള്ളതും ഈ പറയുന്ന ഇബ്നുൽ മുഅത്തസിന്റെ ഗ്രന്ഥമാണ്. ഇബ്നു റൂമിയുടെ പൂർണ്ണനാമം എന്താണ്? അബുൽ ഹസൻ അലി ഇബ്നുൽ അബ്ബാസ്, അബു അബ്ദുറഹ്മാൻ അഹമ്മദ് ഇബ്നു അലി, മുഹമ്മദ് ഇബ്നു ഹുസൈൻ, അബുൽ അബ്ബാസ് മുഹമ്മദ് ഇബ്നു യസീദ്. വേഗാവട്ടെ, ആൻസർ വേഗാവട്ടെ. അബുൽ ഹസൻ അലി ഇബ്നു അബ്ബാസ് ഇബ്നു ജുറൈഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അബുൽ ഹസൻ അലി ഇബ്നു അബ്ബാസ് ഇബ്നു ജുറൈഹ് എന്നാണ് അദ്ദേഹത്തിന്റെ. ജുറൈഹ് എന്നോ ജർജൂസ് എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഇത്ര മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം. അവ്വലു മൻ ഫതഹ ശിഅരി ബാബിൽ വഅദി വ സുഹദ്. സുഹദിന്റെയും വഅദിന്റെയും ഒരു വാതിൽ തുറന്നിട്ട കവി ആരാണ്? അഥവാ കവികൾക്കിടയിൽ ഈ സാരോപദേശങ്ങളുടെയും വിരക്തിയുടെയും എന്താണ്, അതോടൊപ്പം തന്നെ തത്വജ്ഞാനത്തിന്റെ ഒക്കെ വിഷയങ്ങളിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന കവി ആരാണെന്നുള്ളതാണ് ചോദ്യം. അത് അബുൽ അത്താഹിയാണ്. അബുൽ അത്താഹിയ റായിദു വഅദി വ സുഹദ് എന്ന് പറയാം നമുക്ക്. അതുതന്നെ ചോദിക്കുന്നത് റായിദു ഫന്ന് സുഹദിയാത്ത് ഫിൽ അസ്റുൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടത്തിലെ സുഹദിയാത്ത് കവിതകളുടെ റായിദ് ആരാണ്? അടുത്തത് മൻഹുവ ഷാഇറു ബഗ്ദാദ് മദ്കൂരീന ഫി അദ്നാഹു. താഴെ തന്നിരിക്കുന്ന ബഗ്ദാദുകാരുടെ കവി ആരാണ്? നേരത്തെ ബഗ്ദാദിലെയും ഷാമിലെയും കവികളെ കുറിച്ച് എണ്ണി പറഞ്ഞു. അപ്പൊ അതില് ബഗ്ദാദ് കവി ആരാണെന്ന് ചോദ്യം. അബുൽ അത്താഹിയാണ്. ഇനി അബ്ബാസി കാലഘട്ടത്തിലെ മജൂൻ എന്ന് പറയുന്ന ഒരു കവികൾ ഉണ്ടായിരുന്നു. അഥവാ ഈ ഭ്രാന്തന്മാരെന്ന ഉദ്ദേശം എന്താണ്? മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന കവികൾ. അപ്പൊ അതിൽ നിന്നും മാറി നിൽക്കപ്പെടുന്ന കവിയാരാണ്? മുസ്ലിം ഇബ്നു വലീദാണ്, അബൂ നവാസ് ആണ്, അബുൽ അത്താഹിയാണ്, ഹുസൈൻ ഇബ്നു വഹബ്. അബുൽ അത്താഹിയാണ്. ഇനി മറ്റൊരു വരിയാണ്. ഒരു ദിവസമെങ്ങാനും എന്റെ യുവത്വം തിരികെ വന്നിരുന്നുവെങ്കിൽ ഞാൻ ആ യുവത്വത്തിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നേനെ എന്താണ് നര എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട് ആ യുവത്വത്തിനോട് ഞാൻ മറുപടി പറഞ്ഞേനെ എന്ന് പറയാണ്. ഇത് ആരുടെ വരികളാണെന്നോടാണ്. അതായത് എന്റെ യുവത്വം എന്നിലേക്ക് ഒരിക്കൽ കൂടി തിരികെ വന്നിരുന്നുവെങ്കിൽ നര എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ അവനോട് ഉത്ബോധനം നടത്തിയേനെ എന്നാണ് പറഞ്ഞത് ആ വരികൾക്ക്. അതാരാണ്? അബുൽ അത്താഹിയുടെ വരികളാണ്.
അതുപോലെ മറ്റൊരു വരിയാണ് അന്നാസു ഫി ഗുഫലാത്തിഹിം വറൂഹൽ മനീയത്തി തത്ഹിൻ. അന്നാസു ഫി ഗുഫലാത്തിഹിം, ജനങ്ങൾ അവരുടേതായിട്ടുള്ള എന്താണ് ഗുഫലത്തില് ഒരു ബോധമില്ലായ്മയിൽ നടക്കുന്ന സമയത്താണ് വറൂഹൽ മനീയത്തി, മരണത്തിന്റെ റൂഹ് വരുന്നത്, തത്ഹിൻ, അവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അവരെ ഊരിയെടുക്കാൻ വേണ്ടി, അവരിൽ നിന്നും എന്താണ് റൂഹ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് മരണം വരുന്നത് എന്ന് പറയുന്നത് അവർ ജനങ്ങൾ എന്താണ് ഒരു ശ്രദ്ധയില്ലാതെ നടക്കുന്ന സമയത്താണെന്ന് പറഞ്ഞ ഒരു കവി ആരാണെന്നാണ്. അതാരാണ്? അബുൽ അത്താഹിയയുടെ വരികളാണ്. അടുത്തൊരു വരിയാണ് ഇദൽ മർഉ ലം യഅതിക മിനൽ മാലി നഫ്സിഹി തംലികുൽ മാലല്ലദി ഹുവ മാലികഹു. ഇദൽ മർഉ, ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, ലം യഅതിക മിനൽ മാലി നഫ്സുഹു, തന്റെ സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിക്കാത്തൊരു വ്യക്തി, തംലികുൽ മാലല്ലദി ഹുവ മാലികഹു, ആ സമ്പത്ത് അവൻ എന്ത് ചെയ്യും? സ്വന്തമാക്കി കളയും. അതായത് ഒരു മനുഷ്യൻ, ഇവിടെ പറയണത് എന്താണ്, നമുക്ക് ഒരു നെഗറ്റീവ് സെന്റൻസ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആക്കാന്ന് പറയുന്ന രൂപമുണ്ട്. അതായത് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കാണ്, അവനെ കൊന്നു കളയുന്നത് എന്തായിരിക്കും? അവൻ ഉണ്ടാക്കിയ സമ്പത്ത് തന്നെ ആയിരിക്കും എന്നാ പറയണത്. ഈ പറഞ്ഞ കവി ആരാണ്? ഷൗക്കി ലൈഫാണോ, ഹാഫിദ് ഇബ്രാഹിം ആണോ, ഖലീഫത്തുൽ ബഖിയാൻ ആണോ, അബുൽ അത്താഹി ആണോ? അബുൽ അത്താഹിയാണ്. അടുത്തൊരു ചോദ്യം, ഹുസൈൻ ബിൻ മൻസൂർ. ഹുസൈൻ ബിൻ മൻസൂർ എന്ന് പറയുന്നത് ഒരു സൂഫി പണ്ഡിതനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന് ഒരു ദീവാന് ഷിഅറുണ്ട്. അദ്ദേഹം മരണപ്പെടുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിന്റെ പേര് ഇബ്നുൽ ഫാരിദ് എന്നാണോ, ഖാലിയൽ ഫാദിൽ എന്നാണോ, ഹല്ലാജ് എന്നാണോ, ജലാലുദ്ദീൻ ഭൂമി എന്നുള്ളതാണ് ഹുസൈൻ ബിൻ മൻസൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശസ്ത. ഹല്ലാജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹല്ലാജ് എന്ന വളരെ പ്രശസ്തനായ സൂഫിയ ഒരു പണ്ഡിതനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അത് നിങ്ങളെ ഹല്ലാജിനെ പറ്റിയിട്ട് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ലാമിയത്തുൽ അജം എന്ന് പറയുന്ന ദീവാനിന്റെ സാഹിബ് ആരാണ്? തൊഗറാനിയാണോ, ഷൻഫറയാണോ, ഖുത്തൈഅയാണോ, അബൂ മുഹയ്യിൻ സഖഫിയാണോ? ഓക്കെ, തുഗറാനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ അബൂ മെഹിജൻ സഖഫി ഏത് കാലഘട്ടത്തിലെ കവിയാണ്? അബൂ മെഹിജൻ സഖഫി ഷുറാഉൽ ജാഹിലിയനാണോ, ഇസ്ലാമീനാണോ, ഉമ്മവിയനാണോ, അബ്ബാസിയനാണോ? അബൂ മെഹിജൻ സഖഫി അബ്ബാസി. പിന്നെ വേറെ ആർക്കെങ്കിലും? അബൂ മെഹിജൻ സഖഫി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ ഇസ്ലാമിക് പോയറ്റ് ആണ് അബൂ മെഹിജൻ സഖഫി. അദ്ദേഹം തോയിഫിലാണ് ജനിക്കുന്നത്. ഹിജ്റ 9-ാം കൊല്ലം ഇസ്ലാം മതം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അബൂ മെഹിജൻ സഖഫി എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്നുള്ളത് എന്താണ്? ഇദ്ദേഹം ഇസ്ലാം ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹം കള്ളുകൂടി നിർത്തിയിരുന്നില്ല. അപ്പൊ അത് കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ബഹ്റൈനിലേക്ക് നാട് കടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ആര്? അബൂ മെഹിജൻ സഖഫി എന്ന വ്യക്തി. ക്ലിയർ അല്ലേ? ബാക്കി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഓക്കെ, അബൂ മെഹിജൻ സഖഫി ഓക്കെ ആയില്ലേ? ഇനി ആരാണ്? ഹു അഹദു കിബാർ ഷുഅറാഇൽ അബ്ബാസിയീൻ, അബ്ബാസി കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. ജമഅ ബൈന അസ്സൈഫി വൽ കലം, സൈഫിനെയും കലമിനെയും ഒരുമിച്ചിട്ടുള്ള കവി ആരാണ്? സൈഫ് എന്ന് വെച്ചാൽ എന്താണ്? വാളിനെയും, വൽ കലം പേനയെയും. ഇവിടെ സൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സൈഫ് വഹു കിർതാസുഹു വൽ കലമു ഹുവ കലം. അതായത് എന്താണ്? തിന്മയെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊയറ്റിക്കായിട്ട് അല്ലെങ്കിൽ സാഹിത്യ ലോകത്ത് സംസാരിക്കുന്ന ഒരു സാധനമാണ് സൈഫ് എന്നുള്ള പറയാം. സൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
നമ്മൾ പറയില്ലേ ഒരു സാഹിത്യകാരൻ എന്ന് പറയുന്നത് അവൻ ആയുധം വേണ്ടി നടക്കുന്നവനാണെന്ന് പറയാറുണ്ട്. ആ ആയുധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവന്റെ വാക്കുകളാണ് ആയുധങ്ങൾ എന്ന് പറയുന്നത്. കലം എന്ന് വെച്ചാൽ പേന. ഇനി റബ്ബ് സൈഫി വൽ കലം ആരാണ്? ബാറൂദി. സാമിയൽ ബാറൂദി എന്നുള്ളതാണ്. അടുത്തത് ഷാഇറുൽ അറബിയും, ഒരു അറബി കവിയാണ്. യതഅല്ലഖു ബി സൈഫ് ദൗല ഹാക്കിം ഹലബ. ഹലബിലെ ഒരു എന്താണ് ഹാക്കിമായിരുന്ന സൈഫ് ദൗലയുടെ പങ്കെടുക്കുന്നുണ്ട്. ഇതാരാണെന്നാണ് ചോദ്യം. ഓക്കെ, അതാരാണ്? അബൂ ഫിറാസുൽ ഹമദാനിയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാവോ? ഇദ്ദേഹം സൈഫുദ്ദൗല ഇദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുകയും ഇദ്ദേഹത്തെ ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തെ മൻബജിന്റെയും ഹിറാനിന്റെയും ഒക്കെ ഒരു ഗവർണറായിക്കൊണ്ട് ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു ഈ പറയുന്ന അബൂ ഫിറാസുൽ ഹമദാനി സൈഫുദ്ദൗല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി റൂമിയാത്ത് എന്ന് പറയുന്ന കവിത ആർക്കാണുള്ളത്? ഇബ്നു റൂമിക്കാണോ, അബൂ ഫിറാസുൽ ഹമദാനിക്കാണോ, ഫുത്തേഹയ്ക്കാണോ, മജ്നൂനു ലൈലയ്ക്കാണോ ആ റൂമിയാത്ത് എന്ന് പറയുന്ന കവിതയുള്ളത്? ഈ അബൂ ഫിറാസുൽ ഹമദാനി തന്നെ ജയിലിൽ പിടിച്ചിടുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ റോമയിലുള്ള റോമൻ സാമ്രാജ്യവുമായിട്ട് ഒരു യുദ്ധത്തെ തുടർന്ന് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളില് കുറെ വർഷക്കാലം ജയിൽവാസത്തിലേക്ക് ഇദ്ദേഹത്തെ പിടിച്ചിടുന്നുണ്ട്. ശേഷം ആ ജയിൽവാസത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ സൈഫുദ്ദൗലയാണ് വിമോചിപ്പിക്കുന്നത്. ഒരുപാട് പൈസ കൊടുത്തുകൊണ്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ ജയിലിൽ നിന്നും വിമോചിപ്പിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സൈഫുദ്ദൗലയാണ്. അപ്പം ഇദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ജയിൽ വാസ കാലയളവിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിതയാണെന്ത്? റൂമിയാത്ത് എന്ന് പറയുന്ന കവിത. നമുക്ക് കാണാൻ പറ്റും. റൂമിയാത്ത് എന്നുള്ള കവിത അബൂ ഫിറാസുൽ ഹമദാൻ രചിക്കുന്നതാണ്. ജയിൽ വാസത്തിനിടയിലാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് അൽ കവാക്കിബ് ദുർരിയ ഫി മദീഹി ഖൈറുൽ ബരിയ എന്ന് പറയുന്ന കവിതയുടെ രചയിതാവ് ആരാണ്? ഇമാം ബൂസൂരിയാണോ, കഅബ് ബിൻ സുഹൈർ ആണോ, ഹസ്സാൻ ബിൻ സാബിത്ത് ആണോ, ഗുലാം അലി ആസാദ് ബിൽഗറാമിയാണോ അൽ കവാക്കിബ് ദുർരിയ ഫി മദീഹി ഖൈറുൽ ബരിയ എന്ന് പറയുന്ന കവിത രചിച്ചതെന്നുള്ളതാണ്. ആരാണ്? ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇതാണ്. മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അൽ ഇസ്മുൽ അസ്ലി ഖസീദത്തുൽ ബുർദ ലിൽ ഇമാം ബൂസൂരി. ഇമാം ബൂസൂരിയുടെ എന്താണ് ഖസീദത്തുൽ ബുർദയുടെ പൂർണ്ണ നാമം എന്താണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിച്ച ഒരു ഇതാണെന്ത്? ഈ പറയുന്ന ബുർദയുടെ പൂർണ്ണ നാമം പലർക്കും പലപ്പോഴും അറിയാറില്ല. എന്നാൽ ചില കേട്ടറ്റ് എക്സാമുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിന്റെ ചില വരികൾ ചോദിക്കാറുണ്ട്. 2-3 വരി. ആർക്കെങ്കിലും ഒരു വരി അറിയോ? അമിൻ തദക്കുരി ജി. റാനിം ബിദി സലമി മസജതതം അൻജറ മുഖ്ലതിൻ ബിദമി അം ഹബ്ബത്തി തീഹു മിൻ തുൽഖാഇ ഖാദിമത്തിൻ വ അവമൽ ബർഖു ഫിൽ ളർമാനി മിൻ ഖദമി. അപ്പോൾ തന്നെ ഇതിന് എക്സാമിന് സാധാരണ ചോദിക്കുന്നത്
മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സകലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജബി എന്നുള്ള വരികൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഒരു വരിയുണ്ട്, ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്ലു സാലിസിലെ തുടക്കത്തിലുള്ള ഒരു വരി കൂടെ ചോദിച്ചു കാണാറുണ്ട്. ഇത് മൊത്തം 12ഓളം ഫസലുകളുണ്ട്. ഫസ്ലു സാലിസിലെ 3-ാമത്തെ വരികൾ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഇദ്ദേഹം ബൂസൂര് ഇസ്കന്ദർ അലക്സാണ്ട്രിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹം ഒരു സായിറുൻ സൊനാഹജിയൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് ബൂസീർ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. ബൂസീർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇമാം ബൂസൂരി ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം മുഹമ്മദ് ബിൻ സഈദ് എന്നാണ്. മുഹമ്മദ് ബിൻ സഈദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. മുമ്പ് ചേട്ടറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുഹമ്മദ് ബിൻ സഈദ് ആരുടെ പേരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈസമിന ഷുറാൽ മുവല്ലിദീന ഫിൽ അസ്റുൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടത്തിൽ മുവല്ലിദീൻ കവികളിൽ പെടാത്ത ആരാണ്? അബുൽ അലാ മഅരിയാണ്. ഷായിറുൻ ഹക്കീമുൻ ഫൈലസൂഫുൻ, ഒരു ഫിലോസഫറാണ്, ഒരു തത്വജ്ഞാനിയാണ്, ഒരു കവിയാണ്. അദ്ദേഹം ജനിക്കുന്നത് മഅറയിലാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അഹ്മദ് ബിൻ അബ്ദുല്ല എന്നാണ്. എന്താരാണ്? ഇത്രയും കൂടുതലായിട്ടൊന്നും എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് അബുൽ അലാം അരിയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒരു ഭാഗമാണ്. ഇനി കണ്ണ് കാണാത്ത കവി ആരാണ്? ഷായറുൽ ഇബ്സർ, കണ്ണ് കാണാത്ത കവി ആരാണ്? അഹ്മദ് ഷൗക്കി, അബ്ദുറഹ്മാൻ ഷുക്രി, അബുൽ അലാം അരി, ഹാഫിദ് ഇബ്രാഹിം. മഅരിയാണെന്ത്? കണ്ണ് കാണാത്ത കവി എന്ന് നമ്മൾ പറയാറുള്ളത്. അതുപോലെ തന്നെ റഹീനുൽ മുഹമ്മിസീൻ എന്നും അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥമാണ് ദർഇയാത്ത്. ഇത് ആരുടേതാണ്? മഅരി. അദ്ദേഹത്തെ മഹ്ബസീൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏതൊക്കെയാണ്? മൻസിൽ അല്ലെ, അദ്ദേഹത്തിന്റെ കാഴ്ചയില്ലായ്മ അദ്ദേഹത്തിന്റെ വീടുമനെയാണ് അദ്ദേഹം മഹ്ബസീൻ, 2 ജയിലുകൾ എന്ന് പറയുന്നത്. ഇനി ദർഇയാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മുഅല്ലഫാത്തുള്ളത് ദർഇയാത്ത് എന്നുള്ളത്. ഇനി ഹാദാ മാ ജന്നാഹു അബി അലി വമാ ജനൈതു അല അഹദി, ഹാദാ മാ ജന്നാഹു അബി അലി, ഇത് അബു അലി എന്ന് പറയുന്ന ആളുടെ എന്താണ്? ഒരു ശവകുടീരമാണ്. വമാ ജനൈതു അല അഹദിൻ, ഇത് ഈ തെറ്റ് ജന്നാന്ന് കൊണ്ടൊരു ദശനം പാപം ചെയ്ത്. അബു അലി എന്ന് പറയുന്ന ഒരു പാപം ചെയ്തതാണ് ഈ കിടക്കുന്ന സാധനം. വമാ ജനൈതു അല അഹദിൻ, അത് ആരും പാപം ചെയ്യാതിരിക്കട്ടെ, ആരുടെ മേലും പാപം ചെയ്യാതിരിക്കട്ടെ. ഇത് ആര് പാടിയതാണെന്നാണ് ചോദിക്കുന്നത്. അബുൽ അലാം അരി മരിച്ചു കിടക്കുന്ന സമയത്ത് തന്റെ ഖബറിന്റെ മേല് എഴുതി വെക്കാൻ പറഞ്ഞു വെച്ച ഒരു കവിതയാണ്, വസീത്ത് ചെയ്തിട്ടുള്ള കവിതയാണ്. അദ്ദേഹം അത്രത്തോളം സ്വന്തത്തെ വെറുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ ഇടയിൽ സ്വന്തം ജീവിതത്തെ വെറുത്തിട്ടാണ് അദ്ദേഹം ഈ ഒരു കവിത അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതേ രൂപത്തിലുള്ള മറ്റൊരു കവിതയാണ് നമ്മൾ നേരത്തെ ഒരു വരി പറഞ്ഞിരുന്നില്ലേ, ഓർക്കണുണ്ടോ? നമ്മുടെ അബൂ നവാസിന്റെ ഒരു കവിത പറഞ്ഞിരുന്നു. അതേ രൂപത്തിൽ വരുന്ന ഒരു കവിതയാണ്. ഇദ്ദേഹം ഒരു ഫഖറില് പറയുന്ന ഒരു കവിതയാണ്. എണ്ണപ്പെട്ടു എന്നല്ല, അധികരിച്ചു. ദനൂബി ഇന്ദ ഖൗമിൻ കസീറത്തുൻ, എന്താണ്? എന്റെ സമുദായത്തിന്റെ അടുക്കലുള്ള പാപങ്ങൾ അധികരിച്ചു. വലാ ദംബുൽ ലി, എന്റെ അടുക്കൽ ഒരു പാപവുമില്ല. ഇല്ലൽ ഉലാവൽ ഫളായിലു, ശ്രേഷ്ഠവും മനോഹരവുമായിട്ടല്ല, അതായത് എന്താണ് ശ്രേഷ്ഠതകളും അതോടൊപ്പം തന്നെ ഉയർച്ചയും അല്ലാതെ, അതായത് എനിക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്, അത് മാത്രമാണ് ഞാൻ ചെയ്ത പാപം, അതല്ലാതെ എന്റെ സമുദായത്തിന്റെ അടുക്കലുള്ള പാപങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയാണ്. അതായത് മൂപ്പര് സ്വയം പറയാണ്, ഞാനാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തി എന്നതേ പറയാതെ പറയുകയാണ്. ഫഖ്ർ ബി നഫ്സിഹി എന്ന് പറയാം. ഇത് ആരുടെ വരികളാണ്? ആരുടെ വരികളാണ്? മഅരിയുടെ വരികളാണ്. ഇനി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമാണ്. സുഇല അബുൽ അലാം മഅരിയോട് ചോദിക്കപ്പെട്ടു, അയ്യ സലാസത്ത് അഷ്അർ, ആരാണ് ഏറ്റവും പ്രശസ്തനായത്? അബൂ തമ്മാം അമിൽ ബുഖ്തരി അമിൽ മുത്തനബി, അബൂ തമ്മാം ആണോ, ബുഖ്തരി ആണോ, മുത്തനബി ആണോ? അപ്പൊ ഖാൽ മുത്തനബി
ഫഖാൽ അവൻ അദ്ദേഹം പറഞ്ഞു അൽ മുത്തനബി അബൂ തമാം ഡേഷ് വൈന്നമ ഷാരി ബുഖ്തരി. മുത്തനബി അബൂ തമാം എന്താണ്? എഴുത്തുകാരാണ്, അതല്ല തത്വജ്ഞാനികളാണ്, 2 ഫിലോസഫേഴ്സ് ആണ്, 2 നിരൂപകന്മാരാണ്. എന്താണ് അബുൽ അലാമാരി പറഞ്ഞത് ആ സമയത്ത്? ഹക്കീമാനി. അന്ന മുത്തനബി അബൂ തമാം ഹക്കീമാനി വൈന്നമ ഷായിറുൽ അൽ ബുഖ്തരി എന്നുള്ളത്. അവല് ദീവാനുൽ അബുൽ അലാമാരി, അബുൽ അലാമാരിയുടെ ദീവാനുകൾ ഏതാണ്? ആദ്യത്തെ ദീവാൻ ഏതാണ്? സെക്ടസ് എന്താണ്? റിസാലത്തുൽ ഗുഫ്റാനാണോ, ലസൂമു മാലാ യൽസമാണോ, റിസാലത്തുൽ മലായികയാണോ? ഓക്കെ, നമുക്ക് നോക്കാം. സെക്തു സിന്ധു എന്നുള്ളതാണ്. ഓക്കെ, മുമ്പ് എക്സാമിന് ചോദിച്ചിരുന്നു. അൽ കിതാബു സിക്തു സിന്ധു ഫി ഫന്നി ഷെയർ അല്ലഫഹു. സിക്തു സിന്ധു എന്നുള്ള കവിതയിലുള്ള ഒരു എന്താണ്, ഒരു കവിതയിലുള്ള ഒരു ഗ്രന്ഥമാണ്. അത് രചിച്ചത് ആരാണെന്ന് ചോദിച്ചത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം സെക്തു സിന്ധു എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തതായിട്ട് വരുന്നത് ലസുമു മാല എൽസമാണ്. പിന്നെ വരുന്നത് ദർഇയാത്താണ്. പിന്നെ റിസാലത്തുൽ മലായിക്ക എന്നുള്ള ഇതാണ്. നാലാമത്തതാണ് റിസാലത്തുൽ മലായിക്ക. പിന്നെ അബ്സുൽ വലീദ്, ദിക്റ ഹബീബ്, മുഅ്ജസ് അഹമ്മദ്, റിസാലത്തുൽ ഗുഫ്റാൻ എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ഈ റിസാലത്തുൽ ഗുഫ്റാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? മാ ഹുവ എന്താണ് ഫളായിലുൽ റിസാലത്തുൽ ഗുഫ്റാൻ. ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ് ഈ പറയുന്ന റിസാലത്തുൽ ഗുഫ്റാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ്, ഡാൻറ്റെ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ഫിലോസഫറിന്റെ ദൈവിക സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മൽഹാത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സാദൃശ്യമുള്ള ഒരു ഗ്രന്ഥമാണ് റിസാലത്തുൽ ഗുഫ്റാൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. സക്ത് സിന്ധ് എന്നുള്ള എന്താണ്? വീണ്ടും ചോദിച്ചൊരു ചോദ്യം ഉണ്ടോ? സക്ത് സിന്ധിനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇവര്. അംസാൽ, മജ്മുഅത്തുൽ അംസാൽ, മജ്മുഅത്തുൽ അഖ്ബാർ, മജ്മുഅത്തുൽ അശ്ആർ, മജ്മുഅത്തുൽ ഖിസസ്. മജ്മുഅത്തുൽ അശ്ആർ ആണ്. ഇനി അബുൽ അലാമായി രചിക്കാത്ത ഗ്രന്ഥം ഏതാണ്? മുഖ്തസബീലാണോ, ദർഇയാത്താണോ, ലസൂമിയാത്താണോ, തഹാഫത്താണോ? തഹാഫത്താണ്. തഹാഫത്ത് ആരുടെയാണ്? ഓക്കെ, അതിനെ റദ്ദ് ചെയ്ത് എഴുതിയ ഗസാലി ഇമാമിനെ റദ്ദ് ചെയ്തിട്ടാണ് ഇമാം ഗസാലിയുടെ ഗ്രന്ഥം ഏതാണ്? ഇനി ഇദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളാണ്. ഇതിലല്ലാത്ത ഇനി പറയാൻ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട്. റിസാലത്തുൽ ഫുസൂലി വൽ ഗായാത്ത്, മുൽക്കസ്സബീല്, അതുപോലെ തന്നെ ഇക്ലീദുൽ ഗായാത്ത്, അതുപോലെ തന്നെ റിസാലത്തുൽ മലായിക്ക, ലൗഉ സഖത്ത് എന്നൊക്കെ ഉള്ളത് ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇതാണ്. പിന്നെ അബ്സുൽ വലീദ് ഇദ്ദേഹത്തിൻ്റെതാണ്. അത് ആരെ പറ്റിയതാണ്? അബ്സുൽ വലീദ് എന്ന് പറയുന്നത് മുത്തനബിയെയാണോ, ബുഹ്തുരിയെയാണോ, അബൂ തമാമിനെയാണോ, ബഷാർ ഇബ്നു ബുർദിനെയാണോ? വലീദ് ബിൻ ഉബൈദ് തോയി ആരാണ്? ബുഹ്തുരിയാണ്. ഇതിന്റെ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലെ, ബുഹ്തുരിയാണ്. അടുത്ത അപ്പോ ഇദ്ദേഹം നമ്മുടെ ആരാണ്? നമ്മുടെ അബൂ തമാമിന്റെ ദീവാനിൽ ഷർഹ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിക്റ ഹബീബി എന്നാണ്. ഓക്കെ, ദിക്റ ഹബീബി എന്നാണ് അദ്ദേഹം എഴുതുന്ന ഒരു കവിതയുടെ പേര്. അബ്സുൽ വലീദ്, ദിക്റ ഹബീബി. അതുപോലെ തന്നെ മുത്തനബിയുടെ ദീവാൻ അദ്ദേഹം ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഷർഹ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് മുഅ്ജസ് അഹമ്മദ് എന്നാണ്. മുഅ്ജസ് അഹമ്മദ് എന്നുള്ളതാണ്. കിട്ടിയോ? 3 പേരും കിട്ടിയോ? അബ്സുൽ വലീദ്, ദിക്റ ഹബീബ്, മുഅ്ജസ് അഹമ്മദ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ദീഖുൽ ജന്നുൽ ഹിംസി, പ്രശസ്തനായ ഒരു അബ്ബാസി കവിയാണ്.
അദ്ദേഹം എന്തിന്റെ വിഷയത്തിലാണ് പ്രശസ്തനാകുന്നത്? തുർദിയാത്തിന്റെ വിഷയത്തിൽ, വേട്ടയെ കുറിച്ചിട്ടുള്ള കവിത എഴുതുന്ന വിഷയത്തിൽ, തസവുഫിന്റെ വിഷയത്തിൽ, മറാസിൽ ഖുലഫാ, എന്താണ് ഖുലഫാക്കളെ എന്താണ് അവരെ വല്ലാതെ റസാവ് ചെയ്യുന്നതിന്റെ വിഷയത്തിലാണോ? അതല്ല പറയുന്ന മജിൻ വല്ലഹൂൻ, എന്താണ് വിനോദങ്ങളിലും അതുപോലെ തന്നെ തമാശകളിലും ഒക്കെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണോ ഈ പറയുന്ന വ്യക്തി എന്നുള്ളതാണ് ചോദ്യം. ദീഖുൽ ജനൽ ഹിംസി പ്രശസ്തനായ ഒരു എന്താണ് മജൂൻ വലഹുവ്, മജൂനിലും ലഹുവിലും പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ആര്? ദീഖുൽ ജനൽ ഹിംസി. ഇദ്ദേഹത്തെ പറ്റി മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് എന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അതല്ലാതെ വേറെ ഒന്നും ഇദ്ദേഹത്തെ പറ്റി ഡീപ്പായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ചോദിക്കാൻ ചാൻസ് ഇല്ല, അതിനധികം ചോദിക്കൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അദ്ദേഹം അബ്ബാസി കവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? പിന്നെ അടുത്തത് ദാറുത്തിറാസ് എന്ന് പറയുന്ന ദീവാനിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാറുത്തിറാസ് ഇബ്നു നബാത്തുൽ മിസ്രി, അബുൽ ബഖാഉർ റന്ദി, ഇബ്നു ദാനിയൽ, ഇബ്നു സന അൽ മലിക്. ദാറുത്തിറാസ് ഈ ഗ്രന്ഥത്തിന്റെ പൂർണ്ണനാമം ദാറുത്തിറാസ് ഫി അമലിൽ മുബശ്ശഹാത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇബ്നു സന ഉൽ മലിക് എന്ന് പറയുന്ന ഒരു വ്യക്തി രചിച്ച, ഓക്കെ, ഇബ്നു സന അൽ മലിക് രചിച്ച എന്താണ് ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ദാറുത്തിറാസ് ഫി അമലിൽ മുബശ്ശഹാത്ത് എന്നുള്ളത്. ഇദ്ദേഹം 5-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു കവിയാണ്. ഇദ്ദേഹം ഇതിന്റെ അകത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഈ പറയുന്ന മുബശ്ശഹാത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ചിലപ്പോ ഇനി എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഈ ദാറുത്തിറാസ് എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരം ഇബ്നു സന അൽ മലിക്കിന്റെയാണ്. അതിന്റെ അകത്ത് തതഹദ്ദസു ഫീ ഫന്നി എന്നായിരിക്കാം ചോദിക്കുക. ഏത് ഫന്നിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. അത് എന്തിനെ പറ്റിയിട്ടാണ്? മുബശ്ശഹാത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. എന്താ മുബശ്ശഹാത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇൻഷാ അല്ലാഹ് നമ്മളത് വരും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുബശ്ശഹാത്ത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്പെയിനിലാണെന്നുള്ളതാണ്. സുൽത്താനുൽ ആഷിഖീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കവി ആരാണ്? ഈജിപ്ഷ്യൻ കവി ആരാണ്? ഇബ്നുൽ ഫാരിദ്, അബുൽ അത്താഹിയ, ഇബ്നുൽ ഫാദിൽ, റാബിയത്തുൽ അദവിയ, ഖാദി ഫാദിൽ. സുൽത്താനുൽ ആഷിഖീൻ എന്നറിയപ്പെടുന്നത് ഇബ്നുൽ ഫാരിദ് ആണ്. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, ഇദ്ദേഹത്തിന് ഒരു ദീവാൻ സമാഹാരം ഉണ്ട്, അല്ലെങ്കിൽ അവൾക്കൊരു ദീവാന സമാഹാരം ഉണ്ട്. അഷർ മാഫി താഇയത്തുൽ കുബ്ര, താഇയത്തുൽ കുബ്രയിലുള്ള ഒരു ഇതാണ്. വഹിയ 760 ബൈത്ത്. അത് ആർക്കാണ് ഇതുള്ളത് എന്നുള്ളത്? ഇബ്നുൽ ഫാരിദ് ആണോ അതല്ല റാബിയത്തുൽ അദവിയക്കാണോ അതല്ല ഈ പറയുന്ന ഖാദി ഫാദിലിനാണോ ഇമാം ബൂസൂരിക്കാണോ ഉള്ളതെന്നാണ്? ആർക്കാണ്? ഇബ്നുൽ ഫാരിദിനാണ് ഉള്ളത്. ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അബു ഹിഫ്ള് ഷറഫുദ്ദീൻ ഉമർ ബിൻ അലി എന്നാണ്. ഇദ്ദേഹം ജനിക്കുന്നതും മരിക്കുന്നതും കെയ്റോയിലാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സിറിയക്കാരനാണ്. പിന്നെ
ഇദ്ദേഹം ഇബ്നു അസാക്കിറിന്റെ അടുക്കലേക്കാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഹദീസ് പഠിക്കുന്നത്. ഇബ്നു അസാക്കിർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഹദീസ് പണ്ഡിതന്റെ അടുക്കൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഹദീസ് പഠിക്കുന്നത്. ശേഷം അദ്ദേഹം സൂഫിസത്തിലേക്കും അതിനുശേഷം അദ്ദേഹം ഹജ്ജിലേക്കും ഒക്കെ അദ്ദേഹം സുഹദിലേക്കൊക്കെ അദ്ദേഹം അദ്ദേഹം മടങ്ങുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം മരണപ്പെടുന്നത് 1235 മീലാദിയിൽ ഈജിപ്തിലാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ശുക്രാൻ ജസീലൻ. ഹുസ്ന ഇസ്തിമാഇക്കും വൗസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.